പച്ച ബട്ടണിലേക്ക് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷീറ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പൊ ഈ ഷീറ്റ് കിട്ടി. ഇതിൽ ടൈം സ്റ്റാമ്പ്, ജെൻഡർ, ഈ ചോദ്യങ്ങളിൽ എല്ലാത്തിനും ഉത്തരവുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എല്ലാത്തിനും നമ്പർ കോഡാണ് ഉപയോഗിച്ചത്. കാര്യം എന്താ വെച്ചാൽ അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. നമ്പറാണ് എപ്പോഴും നല്ലത് അനലൈസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നേരെ പറഞ്ഞ ഓപ്ഷൻസ് നമ്മൾ തിയറി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ ഡൗൺലോഡ് ടു എക്സൽ ആയിട്ട് ഡൗൺലോഡ്. ഇവിടെ ഇട്ട് പണിയണില്ല, ഗൂഗിൾ ഷീറ്റിൽ ഇട്ട് അധികം പണിയായിരിക്കുന്നതാണ് നല്ലത്. ഒറിജിനൽ റോ ഡാറ്റയെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ട് എക്സലില് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ആ ടെക്സ്റ്റ് ഒക്കെ മാറ്റിയെടുക്കണം. നമുക്ക് വി നീഡ് നമ്പേഴ്സ്, നമുക്ക് നമ്പറാണ് വേണ്ടത്. നമ്മുടെ സോഫ്റ്റ്വെയറുകൾക്ക് പലതിനും നമ്പർ ഉപയോഗിക്കാനേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ജമോവി 2-3 തവണ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, തുറക്കാൻ വൈകിയപ്പോൾ. ജമോവി ഇത്തിരി അധികം സമയം എടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് തുറക്കാനായിട്ട്. വേറെ തുറന്ന് വന്നാൽ പിന്നെ ഓക്കെയാണ്. പിന്നെ എൻ്റെ കമ്പ്യൂട്ടർ ഒത്തിരി സ്ലോ ആണ്, അതിൻ്റെ കുഴപ്പമാണ്, ജമോവിയുടെ കുഴപ്പമല്ല. നല്ലോണം റാം എടുക്കും. ഒന്ന് തുറന്നു കിട്ടാൻ ഇത്തിരി താമസമാണ്. ഞാൻ വർത്തമാനം പറയുന്നതിനിടയ്ക്ക് ഒന്ന് തുറക്കണം എന്ന് വിചാരിച്ചാണ്, തുറന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. യെസ്, ദിസ് ഇസ് ദി ജമോവി വിൻഡോ. ഞാൻ തൽക്കാലം ഒന്ന് മിനിമൈസ് ചെയ്തിടുന്നു. നമുക്ക് എക്സലിൽ വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ജമോവി ഡൗൺലോഡ് എന്ന് നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. ഞാൻ ആവശ്യമില്ലാത്ത ചില ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട്, ഇതിപ്പോൾ നമ്മൾ എടുത്തല്ലോ, ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതും ക്ലോസ് ചെയ്ത് കളയാവുന്നതാണ്. ആ എക്സൽ ഒന്ന് തുറന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ്. വെറുതെ ഗൂഗിളിൽ പോയിട്ട് ജമോവി ഡൗൺലോഡ് സെർച്ച് ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയണേ. വെറുതെ ഗൂഗിളിൽ പോവാ, ജമോവി സെർച്ച് ചെയ്യുക. ഫസ്റ്റ് റിസൾട്ട് തന്നെ അതാണ്, ഒറിജിനലേ വരുള്ളൂ. വേറെ തട്ടിപ്പൊന്നും വരാറായിട്ടില്ല. ഇതിൽ 2 വേർഷൻസ് അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞു. 1.6.23 സോളിഡ് വെർഷനും 2.0.0 ദി ഡൈനാമിക് വേർഷനും ഉണ്ട്. പക്ഷെ നമുക്കത് വേണ്ട. കാര്യം എന്താ വെച്ചാൽ അതിൽ ബഗ്ഗുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫുൾ പ്രൂഫ് അല്ല. നമ്മൾ 1.6.23 മതി, നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുള്ളൂ. ഈ വെർഷൻ എടുക്കുക. ഇതൊരു 174 MB ഉള്ള ഒരു ഫയലാണ്. ജസ്റ്റ് ഡൗൺലോഡ് ഇറ്റ് ആൻഡ് ഇൻസ്റ്റാൾ ഇറ്റ്, അത്രയേ ഉള്ളൂ. ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കമ്പ്യൂട്ടർ നന്നായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളാണ്. ആ സെറ്റ് ഓഫ് ഫയലും കൂടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫയൽ തുറക്കുമ്പോഴാണ് ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഫയൽ കിട്ടും. അത് തുറക്കുക. നേരത്തെ കണ്ട ഓർമ്മ ഉണ്ടാവും വിചാരിക്കണം. ഈ ഒരു വിൻഡോ കിട്ടും, അതവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഡാറ്റ ആദ്യം ശരിയാക്കിയിട്ട് അങ്ങോട്ട് പോകാം. നമ്മൾ അങ്ങനെയാണല്ലോ, ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ ആദ്യം അരിയണ്ടേ, സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. തുറന്നു വന്നിട്ടില്ല. ഇത് എക്സലിലാണ് വരാത്തത്. എക്സൽ വരട്ടെ, സമയമുണ്ട്. എക്സൽ ഡോക്യുമെന്റ് അറിയാമല്ലോ, ചില സമയം ആദ്യമായിട്ട് തുറക്കുമ്പോൾ ഇത്തിരി സമയം എടുക്കുന്നൊരു കുഴപ്പം എക്സൽ ഡോക്യുമെന്റ്സിനുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന എക്സൽ പൈറേറ്റഡ് ആവുമ്പോൾ. ഓക്കെ, നമുക്ക് ഈ ടൈം സ്റ്റാമ്പ് ആവശ്യമില്ല. ഗൂഗിൾ സർവേയിൽ കിട്ടുന്ന ഡാറ്റയാണ്. അവർ എപ്പോഴാണ് ഫില്ല് ചെയ്തത്, എപ്പോഴെങ്കിലും ഫില്ല് ചെയ്തോട്ടെ, എനിക്ക് ആവശ്യമില്ല. ഡിലീറ്റ്. ജെൻഡർ, റീജിയൻ, അവയർനെസ്, ഇതൊക്കെ ഞാൻ അങ്ങോട്ട് ചുരുക്കുകയാണ്. കാര്യം ഇത് നമുക്ക് നമ്മൾ അവിടെ ചെന്ന് ഇതൊക്കെ രണ്ടാമത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒറ്റ വ്യൂവിൽ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഇതെല്ലാം ഞാൻ അങ്ങോട്ട് ചുരുക്കുകയാണ്. ജെൻഡർ, റീജിയൻ, അവയർനെസ്. പിന്നെ ഞാൻ എന്താ ചോദിച്ചത്, പെർസെപ്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? 3 ചോദ്യങ്ങൾ. അപ്പൊ തൽക്കാലം ഞാൻ ഇതിനെ P1, P2, P3 വേരിയബിൾസിനെ റീനെയിം ചെയ്തിടുകയാണ്. സോ ദാറ്റ് ഐ ക്യാൻ ഫൈൻഡ് ദി ആവറേജ് പെർസെപ്ഷൻ. ഇനി പിന്നെ എന്താ ഇവിടെ ഉണ്ടത്, ഇമ്പോർട്ടൻസ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. അത് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നു എന്നൊരു ചോദ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അക്രഡിറ്റേഷൻ വരുമ്പോഴാണല്ലോ പല ഇൻഫ്രാസ്ട്രക്ചറും മെച്ചപ്പെടുന്നത് പല കോളേജുകളിലും. കോളേജിൽ മുകളിലെ നിലകളിലെ ടോയ്ലറ്റ് സ്ട്രക്ചർ വന്നത് നാക്കിന് വേണ്ടിയിട്ടായിരുന്നു. അതിനു മുമ്പ് താഴത്തെ ബ്ലോക്കിലുള്ള ക്യാൻറ്റീൻ കെട്ടിടത്തിൽ പോകണമായിരുന്നു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കുട്ടികൾക്ക്.
അപ്പോൾ അത് ആ ഒരു കോളേജിന്റെ കഥയല്ല, എല്ലാ കോളേജിലും ഇപ്പോഴും മാറാത്ത കോളേജുകളുണ്ട്. നെന്മാറ NSS കോളേജിലൊക്കെ പോയിട്ട് അവിടത്തെയൊക്കെ ശോചനീയാവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോ അതൊരു റിയാലിറ്റി ആണ്. ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടണമെങ്കിൽ അക്രഡിറ്റേഷൻ വേണം, ആരെങ്കിലും നോക്കാൻ വരണം, എന്നാലേ മെച്ചപ്പെടുത്തുള്ളൂ. നമ്മൾ വീട് ഒതുക്കിയിടുമ്പോഴും കൊച്ചുകുട്ടികൾ ചോദിക്കും ഇന്ന് ആരാ വരിക എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ട് കാര്യം അല്ലാത്തപ്പോൾ തോന്നിയ പോലെ ഇടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അർത്ഥം. എൻ്റെ മുറി അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്, ആരെങ്കിലും വരണ ദിവസം ഞാൻ വൃത്തിയാക്കി ഇടും. സോ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ. സെക്കൻഡ്, അക്കാഡമിക് പെർഫോമൻസ് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പെർഫോമൻസ് മെച്ചപ്പെടും, അധ്യാപകരുടെ പെർഫോമൻസ് മെച്ചപ്പെടും. അത് കുട്ടികൾ മെച്ചപ്പെടുമോ ഇല്ല, അധ്യാപകരുടെ പെർഫോമൻസ് മെച്ചപ്പെടും. അക്രഡിറ്റേഷൻ കേട്ട് കഴിഞ്ഞാൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. ഇന്നോവേറ്റീവ് ടീച്ചിങ് പ്രാക്ടീസുകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ദെൻ റിഫോംസ് ഇൻ അസസ്മെന്റ്സ്. അത് പക്ഷേ നമ്മൾ അഫിലിയേറ്റിംഗ് സിസ്റ്റത്തിൽ ഇത്രയൊക്കെ വരില്ല, എന്നാലും നമ്മൾ ശ്രമിക്കും. പക്ഷേ ഈ 5 അഡ്വാൻറ്റേജിനെ ഒന്ന് റാങ്ക് ചെയ്യാനാണ് അല്ലെങ്കിൽ റേറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തറിയണം, കുട്ടികളുടെ അഭിപ്രായത്തിൽ ഇതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്. അതാണ് നമ്മുടെ എൻ്റെ ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ് അതാണ്. മറ്റൊന്ന്, എനിക്ക് അവരുടെ പെർസെപ്ഷൻ അറിയണം. അപ്പൊ ഞാൻ ആദ്യം പെർസെപ്ഷൻ, ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളുടെ ആവറേജ് ആണ് ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പോൾ ഐ എം ജസ്റ്റ് ഇൻസേർട്ടിങ് തിങ് കോൾഡ് ആസ് പെർസെപ്ഷൻ ഈക്വൽ ടു ആവറേജ് ഓഫ് ഈ 3 ആണെന്ന് കൊടുത്തു. ഞാൻ ചെയ്ത സ്റ്റെപ്പുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ കുട്ടികൾ, അറിയാത്തവര്. ഐ എം ജസ്റ്റ് ഫൈൻഡിങ് ദി ആവറേജസ്. ഇത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇത് ഇങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുന്ന ഒരു കുഴപ്പമുണ്ട്, എക്സലിന് ഒരു കുഴപ്പമുണ്ട്, അനന്തമായിട്ട് നീണ്ടുപോകും. എത്ര ഡെസിമലാണെന്ന് അതിന് വലിയ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു റൗണ്ട് ഫംഗ്ഷൻ കൂടി അവിടെ കൊടുക്കുകയാണ്. റൗണ്ട് ദ ഡാറ്റ ഇൻറ്റു 2 ഡെസിമൽ. 2 ഡെസിമലിൽ കൂടുതൽ വേണ്ട, അത് ഓട്ടോമാറ്റിക്കലി റൗണ്ടഡ് ആയിക്കോളും. അപ്പൊ ചില കുട്ടികൾ ചോദിക്കും ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ പോരെന്ന് ചോദിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പിയറൻസ് മാത്രമേ മാറുള്ളൂ, റിയൽ ഡാറ്റ മാറില്ല. എനിക്ക് റിയൽ ഡാറ്റ മാറണം, മുഖം മാത്രം മാറിയാൽ പോരാ. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അതിവിടെ വെച്ചു. അപ്പോ ഐ ഹാവ് ഗോട്ട് ദിസ് തിങ്. ഓക്കെ, ഇനി എന്താ എനിക്ക് വേണ്ടേ, ഈ ജെൻഡർ, റീജിയൻ, അവയർനെസ്, ഈ 3 സാധനങ്ങൾ ഇപ്പൊ കിടക്കുന്നത് എന്താ, ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റും കൊണ്ട് അപ്പുറത്ത് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ വന്നതെന്ന് ചോദിക്കും, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ജസ്റ്റ് going to convert these text data into codes. ഈ ടെക്സ്റ്റ് ഡാറ്റ എനിക്ക് കോഡാക്കി മാറ്റണം. ഈ കോഡിംഗ് പാറ്റേൺ നമ്മൾ എഴുതി വെക്കണം, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എഴുതി വെച്ചിരിക്കണം. കാര്യം അപ്പുറത്ത് വന്നിട്ട് വീണ്ടും എഴുതി കൊടുക്കാനുള്ളതാണ്. 1ന്റെ അർത്ഥം എന്താണ്, 2ന്റെ അർത്ഥം എന്താണ് അപ്പുറത്ത് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അത് എഴുതി വെക്കണം. ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുക, ഞാൻ സോർട്ടിംഗ് ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കാൻ പോകും. ജെൻഡറിനെ ഒന്ന് സോർട്ട് ചെയ്യാൻ പോകും എളുപ്പത്തിന് വേണ്ടിയിട്ട്. സോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. 2 രീതി ചെയ്യാം. ഇഫ് ഫംഗ്ഷൻ എഴുതിയിട്ട് ചെയ്യാം, സോർട്ട് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ആദ്യം സോർട്ടിംഗ് മെത്തേഡ് കാണിക്കാം, പിന്നെ ഇഫ് ഫംഗ്ഷൻ മെത്തേഡും കാണിക്കാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം നിങ്ങൾക്ക് അത് ചെയ്യാം. ജെൻഡർ ഞാൻ A to Z കൊടുത്തു. അപ്പം ഫീമെയിൽ ആദ്യം വരും, F ആണല്ലോ ആദ്യം വരും, അതുകൊണ്ട് ഫീമെയിൽ ആദ്യം വന്നു. അപ്പൊ ഞാൻ 1 കൊടുത്തു. 1 കൊടുത്തതിന് ശേഷം ഞാൻ പറയാണ് താഴത്തേക്കുള്ള ഫീമെയിൽ എല്ലാം 1 ആണ്. ആകെ 2 ആൺകുട്ടികൾ. അത് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് വന്നേക്കണ അല്ല, റെസ്പോൺസ് അല്ല, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഡാറ്റ ഉള്ളത് തന്നെയാണ്. ജെൻഡർ ബോയ്സ് 2 റെസ്പോൺസ് വന്നു. ഇനി ഞാൻ പറഞ്ഞു ദിസ് ഇസ് 1 മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഞാൻ പറയുന്ന റീജിയണ് ഞാൻ ഇഫ് ക്ലോസ് കൊടുത്തും വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഈക്വൽ ടു ഇഫ് ഈ സെല്ല് ഈക്വൽസ് ഇൻവെർട്ടർ കോമ റൂറൽ ഇൻവെർട്ടർ കോമ ക്ലോസ് 1 അല്ലെങ്കിൽ 2. റൂറൽ എന്നാണെങ്കിൽ 1 ആണ് അല്ലെങ്കിൽ 2 ആണ്, ഡിഫൈൻ ചെയ്താൽ മതി പരിപാടി. സോ യു ക്യാൻ യൂസ് ഈതർ സോർട്ടിംഗ് മെത്തേഡ് ഓർ യു ക്യാൻ യൂസ് ഇഫ് ക്ലോസ്. 2 രീതിയിലാണെങ്കിലും ഡാറ്റ ഇസ് കൺവേർട്ടഡ്. നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയാൽ നമ്മുടെ ഉദ്ദേശം എത്ര ഉള്ളൂ. ഇവിടെ ഞാൻ പറയാണ് ഇഫ് ദിസ് സെൽ ഈക്വൽസ് അവെയർ കോമ 1 എൽസ് 2. റിയൽ വാല്യൂ കണ്ടീഷൻ മെറ്റ് ആണെങ്കിൽ ഒരു വാല്യൂ, കോമ ആയിട്ട് ഒരു വാല്യൂ വെച്ചാൽ അതിന് എൽസ് വാല്യൂ എന്നാണ് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ 2. കാര്യം ഇവിടെ നമുക്ക് ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. 3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 3 വീണ്ടും കൊടുക്കണം. ഇവിടെ 2 ഓപ്ഷനേ ഉള്ളൂ, അതുകൊണ്ട് കണ്ടീഷൻ ഭയങ്കര എളുപ്പമാണ്. 1 ആണെങ്കിൽ അങ്ങനെ, 2 ആണെങ്കിൽ ഇങ്ങനെ പരിപാടി കഴിഞ്ഞു. സോ എൻ്റെ കോഡിംഗ് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ടു കോപ്പി പേസ്റ്റ് ദിസ് ഡേറ്റ ടു ദി അതർ സെൽ. ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി, കാര്യം ഇത് ഫംഗ്ഷൻ ആണ്, ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എററായി പോകും. കാര്യം ഇത് ഫംഗ്ഷൻ കൊടുത്താണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഐ എം ജസ്റ്റ് കോപ്പിങ് എവറിത്തിങ്. കൺട്രോൾ A കൊടുത്തു, കൺട്രോൾ C കൊടുത്തു, വേറൊരു ഷീറ്റിലേക്ക് പേസ്റ്റ് സ്പെഷ്യൽ കൊടുക്കും, പേസ്റ്റ് വാല്യൂസ്. അപ്പൊ ഫംഗ്ഷൻ ഒന്നും ഉണ്ടാവില്ല,
ഈ നമ്പറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് മറവി ഒന്നും ഉണ്ടാവില്ല. മറ്റേ മറവി രോഗം വന്ന പോലെയാണ്. എവിടെന്നാ വന്നതെന്ന് ഇവരൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. എനിക്ക് അതാണ് വേണ്ടത്. ഓക്കെ, ഇനി ഞാനിപ്പോ ജെൻഡർ കളയാണ്. ജെൻഡർ വേണ്ട എനിക്ക്. കോഡോടെ കിടന്നോളൂ, പോവില്ല. മറ്റേത് കളഞ്ഞ അങ്ങനെയല്ല എറർ കാണിക്കും. ഇവിടെ കളഞ്ഞു, അവയർനെസ് കളഞ്ഞു. എനിക്ക് ഈ P1 P2 P3 വേണ്ട, എനിക്ക് എന്റെ ആവറേജ് മതി, പെർസെപ്ഷൻ മതി. സോ നമ്മുടെ ഡാറ്റ ക്ലീൻ ചെയ്ത് ഇതാ ചുരുക്കി, ഇത്രേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ. ഇനി എനിക്ക് എന്താ വേണ്ട, ഇതിന്റെ ഫൈൻഡിങ്സ് മതി. ഇത്രയും ചോദ്യം വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാം കേട്ടോ, വിത്ത് ദ സെയിം ഡാറ്റ. ഇനഫ്, മോർ ദാൻ ഇനഫ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലല്ല പ്രോജക്റ്റ് മെച്ചപ്പെടുന്നത്. റിസർച്ച് ക്വസ്റ്റ്യൻ നല്ലതായിരിക്കണം, ടോപ്പിക് നല്ലതായിരിക്കണം, റിസർച്ച് ക്വസ്റ്റ്യൻ നല്ലതായിരിക്കണം, നല്ല മെത്തഡോളജി ഉപയോഗിക്കണം. അത്രേ ഉള്ളൂ. നല്ലോണം റിപ്പോർട്ട് ചെയ്യണം, നല്ല ഭംഗിയായിട്ട് റിവ്യൂ ചെയ്യണം. അല്ലാതെ ഒരു 10-40 ചോദ്യം ചോദിച്ച് ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടൊന്നും പ്രോജക്റ്റ് നന്നാവില്ല. സോ വളരെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക, ഉള്ളത് വൃത്തിയായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നൗ ഐ എം ഗോയിങ് ടു ഡു, ഞാൻ ഇതിനെല്ലാത്തിനെയും ഇമ്പോർട്ടിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നില്ല തൽക്കാലം. ഐ എം ജസ്റ്റ് ട്രൈങ് ടു കോപ്പി ദിസ് ഫയൽ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. ഡാറ്റകളൊക്കെ എന്നോട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യും. ഇമ്പോർട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഇമ്പോർട്ട് ഉപയോഗിക്കാതെ കാണിച്ചു തരാം. ഇവിടെ ഡാറ്റ ഇമ്പോർട്ട് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് എക്സൽ ഫയൽ ഇങ്ങോട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന മെത്തേഡ് പറഞ്ഞു തന്നുള്ളൂ. എ എന്തായിരുന്നു, ഫസ്റ്റ് കോളം എന്തായിരുന്നു, നമ്മൾ ഇനി ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോകും. ഡബിൾ ക്ലിക്ക് ചെയ്തു ഞാൻ, വേരിയബിളിന്റെ പേര് ചോദിച്ചു അയാൾ. എ എന്ന് വെച്ചാൽ എന്താണ്, അത് ജെൻഡർ ആണ്, നോമിനൽ ഡാറ്റയാണ് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 എന്ന് വെച്ചാൽ എന്താണ് എന്നോട് ചോദിക്കും. 1 എന്നാണ് അതിൽ കിടക്കണേ. 1 എന്ന് വെച്ചാൽ എന്താണ്, അത് ഫീമെയിൽ ആയിരുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡാറ്റ ഞാൻ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞു പോരുത്. കാര്യം എന്താ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡാറ്റ പ്രകാരം ഞാൻ കൊടുത്തിരിക്കുന്ന ഡാറ്റ F ഫോർ ഫീമെയിൽ ആണ്, 1 ഫോർ ഫീമെയിൽ ആണ്, മെയിൽ ഇത് കൊടുത്തു, എന്റർ. ഐ ഹവ് ഡൺ ഇറ്റ്. ഡാറ്റ സ്ക്രീനിൽ നിങ്ങൾ നോക്കൂ, ഓട്ടോമാറ്റിക്കലി അത് കോഡിലേക്ക് മാറി, മറ്റേ എന്താ പറയുക, ഫ്രെയിമിലേക്ക് മാറി. പക്ഷെ കുഴപ്പമില്ല, അതിനകത്ത് 1ഉം 2ഉം തന്നെയാണ്. പുറത്ത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, അതിനകത്ത് 1ഉം 2ഉം തന്നെയാണ്. ഒരു കുഴപ്പമില്ല. ഡൺ. ജസ്റ്റ് സെലക്ട് ബി. ബി എന്തായിരുന്നു, ഏജ് അല്ല റീജിയൻ ആയിരുന്നു. ഏജ് ഇതിൽ ചോദിച്ചിട്ടില്ല. റൂറൽ, സോറി റീജിയൻ. റീജിയൻ അല്ലേ നമ്മൾ ചോദിച്ചത്. റീജിയണില് റൂറൽ ഇസ് 1, urban is 2. മാറി, തന്നെ മാറി വന്നു. വെരി ഗുഡ്. മൂന്നാമത്തെ കാര്യം അവയർനെസ്. അവയർനെസ് റിഗാർഡിംഗ് അക്രഡിറ്റേഷൻ, NAAC അക്രഡിറ്റേഷൻ. One, aware. 2, unaware. ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യനറിൽ ഉണ്ടാവുക. ചോദ്യം അങ്ങോട്ടൊക്കെ മാറുന്നുള്ളൂ. ടൈപ്പ് ഇസ് ദ സെയിം. നോമിനൽ ഡാറ്റയ്ക്ക് നിങ്ങൾ എണ്ണാനേ പാടുള്ളൂ, ആവറേജ് കണ്ടുപിടിക്കാൻ പാടില്ല. കാര്യം എന്താ, ഇത് തരംതിരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. 1ന്റെയും 2ന്റെ ആവറേജ് 1.5 ആണ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ നോൺസെൻസ് വേറെ ഉണ്ടാവില്ല. അത് ചെയ്യരുത്. ബിക്കോസ് ദിസ് ഇസ് ഓൺലി കൗണ്ടിങ് ഡേറ്റ. നോമിനൽ ഡാറ്റയാണ്, നമ്മൾ അതിനെ തരംതിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ഡി എന്തായിരുന്നു, പെർസെപ്ഷൻ ആയിരുന്നു. പെർസെപ്ഷൻ വാസ് ഡൺ. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഡാറ്റ അല്ലേ എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കുക. കാര്യം നമ്മളെക്കാളും ബുദ്ധി സോഫ്റ്റ്വെയറിനുണ്ടല്ലോ. കാര്യം നമ്മൾ 3.67, 4 അങ്ങനെ കുറെ ഡാറ്റ ഉണ്ട് അവിടെ. അത് കണ്ടാൽ തന്നെ അറിയാതെ കണ്ടിന്യൂസ് ഡാറ്റ ആണെന്ന്. സോ ഇറ്റ് ഇസ് നോ ഇറ്റ്. അപ്പൊ വേറെ ഒന്നും കൊടുക്കണ്ട, കണ്ടിന്യൂസ് ഡാറ്റയാണ്. ഇനി ഇ എന്തായിരുന്നു, ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടിംഗിൽ എറർ ഒന്നും വരാതിരിക്കാൻ, നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫയലിംഗ് കൃത്യം അല്ലെങ്കിൽ എറർ വരും. അതുകൊണ്ടാണ് കോപ്പി പേസ്റ്റ് മെത്തേഡ് പറയുന്നത്. സിമ്പിൾ മെത്തേഡുകളാണ് പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് മെത്തേഡ്സ് പറഞ്ഞ് കൊളവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കൊടുത്തു. അത് ഏത് തരത്തിലുള്ള ഡാറ്റയാണെന്ന് ചോദിച്ചു. നോമിനൽ ആണോ? സത്യം പറഞ്ഞാൽ നോമിനൽ ആയിട്ടല്ല നമ്മൾ ചോദിച്ചേക്കണേ. നമ്മൾ എന്താ ചോദിച്ചേക്കണേ, ഓർഡിനൽ ആയിട്ടാ ചോദിച്ചേക്കണേ. ഇറ്റ് ഇസ് വി ഹാവ് ആസ്ക്ഡ് ഇറ്റ് ഇൻ ദി ഓർഡിനൽ സ്കെയിൽ. അതുകൊണ്ട് ഓർഡിനൽ കൊടുത്തേക്കണം. കാര്യം എന്താ, 5 ഫോർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അങ്ങനെയല്ലേ. നിങ്ങൾക്ക് പേജ് തികയണില്ല എന്നാണെങ്കിൽ ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഓർഡിനൽ കൊടുത്തിട്ട് ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. പേജ് കുറവാണെങ്കിൽ ഇട്ടാ, പേജ് തികയ്ക്കാൻ വേണ്ടിയുള്ള പറയുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ്, 3 ന്യൂട്രൽ, 2
നോട്ട് ഇമ്പോർട്ടന്റ്. ഇത്രയുമാണ് നമ്മുടെ ഉള്ളത്. ഒരു വണ്ണും കൂടി ഉണ്ടായിരുന്നു, വണ്ണ് ഇതിൽ ഡാറ്റ ഇല്ല, അതുകൊണ്ടാണ് അത് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? വണ്ണ് ഇതിൽ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണത് അങ്ങനെ ചോദിച്ചാണ്. വണ്ണ് നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല, ദർ ഇസ് നോ ഡാറ്റ വൺ. ആരും നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻസ് ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാ. കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ബോധമുണ്ട്. ദെൻ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ബെറ്റർ അക്കാഡമിക് പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ്. ബെറ്റർ അക്കാഡമിക് പെർഫോമൻസ് സ്റ്റുഡൻസ്. അഞ്ചാമത്തെ വാല്യൂ എന്തായിരുന്നു? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ്, 3 ന്യൂട്രൽ. എൻ്റർ അടിച്ചു, അത് ഓക്കെ, കൺവേർട്ട് ചെയ്തു. അടുത്ത പോയിന്റ് എന്തായിരുന്നു? ബെറ്റർ അക്കാഡമിക് പെർഫോമൻസ് ഓഫ് ടീച്ചേഴ്സ്. അഞ്ച് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ന്യൂട്രൽ. കുട്ടികൾ വലിയ അഭിപ്രായമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ. ഇനി നമുക്ക് 2 കാര്യങ്ങളൂടെ ഉണ്ട്. അഞ്ചാമത്തെ എന്തായിരുന്നു? ഇന്നോവേറ്റീവ് ടീച്ചിങ് പ്രാക്ടീസസ്. പൊതുവെ അക്രഡിറ്റേഷൻ ഒക്കെ വരുന്നു അറിയുമ്പോഴാണ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാനും അതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ ശ്രമിക്കുക. ഇനി എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും മാറ്റം വരൂല എന്ന് വാശി പിടിക്കുന്ന സിസ്റ്റംസും ഉണ്ട്. 2016 ബ്ലെൻഡഡ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞതിന് എന്നെ ആരും കൊന്നില്ല എന്നേ ഉള്ളൂ. ഇമ്പോർട്ടന്റ്, ന്യൂട്രൽ. പിന്നെ ഏതായാലും ഓൺലൈനും വെബിനാറും ഒക്കെ എല്ലാവർക്കും ശീലമായല്ലോ. അന്ന് ആർക്കും അത് അത്ര ശീലമില്ലാത്ത കാര്യമായിരുന്നു. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? റിഫോംസ് ഇൻ അസസ്മെന്റ്. ഓക്കെ, നമ്മളെല്ലാ ഡാറ്റയും കോഡിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി ഡാറ്റ ക്ലീനിങ് അഥവാ വെരിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇതിന്റെ ആവശ്യമില്ല. കാര്യം എന്താ? കമ്പൽസറി കൊടുത്തേക്കുക, എല്ലാത്തിനും മിസ്സിംഗ് ഡാറ്റ ഒന്നും ഇല്ല. ദർ ആർ നോ മിസ്സിംഗ് വാല്യൂസ്. മിസ്സിംഗ് വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചത്. നൗ ഐ ക്യാൻ സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് മൈ ഫയൽസ്. ഇത് ഞാൻ ഈ അപ്പാരോ ഞെക്കി കൊടുക്കുകയാണ്. എനിക്ക് ഇത്തിരി കൂടി സ്ഥലം വേണം കാണാൻ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ പോർഷനാണ് ഇപ്പൊ ഡാറ്റ എൻട്രിയുടെ പോർഷനും ഇത് ഔട്ട്പുട്ടാണ്. SPSS അങ്ങനെ അല്ല. SPSS ഒരു വേരിയബിൾ വ്യൂ ഉണ്ട്, ഒരു ഡാറ്റ വ്യൂ ഉണ്ട്, പിന്നെ ഒരു ഔട്ട്പുട്ട് വ്യൂ ഉണ്ട്, പിന്നെ ഒരു റോഡ് ഉണ്ട് സിന്റാക്സ് വ്യൂ. ഇതെല്ലാം കൂടി കണ്ടു കഴിയുമ്പോൾ അധ്യാപകരുടെ കിളി പോകും, പിന്നെ അല്ലേ കുട്ടികളുടെ. അപ്പോ ഇത് നമുക്ക് 2 ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഒരുപാട് അവിടെ ഇവിടെ ഒന്നും പോയി നടക്കൊന്നും വേണ്ട. അപ്പുറത്ത് വല്ലതും ഒളിച്ചിരിക്കണ്ടോന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ദ ഡേറ്റ. ഐ എം ജസ്റ്റ് ക്ലിക്കിംഗ് എക്സ്പ്ലോറേഷൻ ഡിസ്ക്രിപ്റ്റീവ്സ്. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഓൾറെഡി ഔട്ട്പുട്ട് വന്നതിന് മുമ്പ് തന്നെ 2 റെഫറൻസ് വന്നേക്കണം, കണ്ടോ? ഇതാണ് സാമാന്യ മര്യാദ. നമ്മൾ എവിടെ നോക്കിയാണ് എന്താ ചെയ്തതെന്നുള്ളത് നമ്മുടെ ബിബ്ലിയോഗ്രഫിയിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ജമോവി ഉപയോഗിച്ച് നിങ്ങൾ ഔട്ട്പുട്ട് എടുത്തു കഴിയുമ്പോൾ ഇത് കൃത്യമായിട്ട് ഈ 2 റെഫറൻസും നിങ്ങളുടെ ഔട്ട്പുട്ട് കാണിച്ചിരിക്കുക. അഭിമാനത്തോടുകൂടി കാണിച്ചോളൂ. നിങ്ങളൊരു ഓപ്പൺ സോഫ്റ്റ്വെയർ, അതും ലോക പ്രശസ്തമായ ആറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൺ ഓഫ് ദ ലേറ്റസ്റ്റ് വേർഷൻ യൂസ്ഡ് ഇൻ 2021, വേർഷൻ 1.6. ഇത്രയും ഭംഗിയായിട്ട് ഇതിൽ കൂടുതൽ എന്താ നമ്മൾ കാണിക്കാനുള്ള, ഒറിജിനാലിറ്റി കാണിക്കാനുള്ള? ധൈര്യമായിട്ട് കാണിച്ചേക്കുക. ആറിന്റെ ബാക്ക്ഗ്രൗണ്ട്, ലോകത്തിലെ ഏറ്റവും പവർഫുൾ സോഫ്റ്റ്വെയർ ആണ് ആറ്. പക്ഷേ ഈ ആറ് എന്ന് പറയുന്നത് അതിന്റെ അത് സത്യത്തിൽ ഇറ്റ് വർക്ക്സ് ഓൺ അൽഗോരിതം എന്ന് പറയുന്ന കോഡിംഗ് കൂടി ആർക്കിടെക്ചർ ഉള്ളതാണ്. നമുക്ക് GUI ആണ് ഇഷ്ടം, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. നമുക്ക് ഈ ക്ലിക്ക് ചെയ്യാനാണ് ഇഷ്ടം. ആറിൽ ഈ ക്ലിക്കിങ്ങിന്റെ പരിപാടി കുറവാണ്, കോഡിംഗ് കൂടുതൽ. അപ്പോ അത് അത്ര പ്രശസ്തമല്ലാത്തത് കൊണ്ട് 6 ഉപയോഗിച്ചുകൊണ്ട് ഫ്രണ്ട് എൻഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജമോവി ഇസ് എ ഫ്രണ്ട് എൻഡ് ഓഫ് ആർ. അങ്ങനെ ബാക്ക് എൻഡിൽ 6 തന്നെയാണ്, 6ന്റെ പാക്കേജ് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് 6ലേക്കും കൂടി റെഫറൻസ് കൊടുത്തിട്ടുള്ളത്, 6 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക്. അപ്പോ നമുക്കത് നോക്കാം. ഇനി എനിക്ക് എന്താ വേണ്ടേ? അവർ ഡിസ്ക്രിപ്റ്റീവ്സ്, എന്തിന്റെയും ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചോദിക്കുക? നമുക്കിവിടെ പറയാം, എനിക്ക് ഫ്രീക്വൻസി ടേബിൾ വേണം. ഐ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ്.
സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെ വേണം? എൻ എന്ന് വെച്ചാൽ സാമ്പിൾ സൈസ്, മിസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിംഗ് ഡാറ്റ ഉണ്ടെങ്കിൽ അത് എത്ര ഉണ്ടോ കാണിക്കും, മീൻ കാണിക്കും, മീഡിയം കാണിക്കും, മോഡ് വേണമെങ്കിൽ അത് ടിക്ക് ചെയ്ത് അതുകൊണ്ട് കാണിച്ചു തരും, സം വേണമെങ്കിൽ അതുകൂടി കാണിച്ചു തരും, ടേബിൾ വലുതായി കിട്ടും, അത്രേ ഉള്ളൂ, വേറെ പ്രയോജനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണിക്കും, മിനിമം കാണിക്കും, മാക്സിമം കാണിക്കും. ഇനി അതുപോലെ വേരിയൻസ് കാണിക്കണോ? കാണിക്കാം. വേരിയൻസ് എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ, അത്രയല്ലേ ഉള്ളൂ. ഇനി തിരിച്ചു പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. 4 ആണ് വേരിയൻസ് എങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോസിറ്റീവ് 2 ആയിരിക്കും, നെഗറ്റീവ് 2 ആവില്ല. അതാണ് അത് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. റേഞ്ച് മിനിമം മൈനസ് മാക്സിമം വിൽ ബി ദ റേഞ്ച്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ യു ക്യാൻ കമ്പ്യൂട്ട് ഇറ്റ്, നമ്മൾ ടി ടെസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷർ അല്ലേ, അത് കാണിക്കാം. IQR നിങ്ങൾക്ക് ആവശ്യമില്ല, അപ്പൊ തല പോക്കേണ്ട. സ്ക്യൂനെസ് കെർട്ടോസിസ് വേണമെങ്കിൽ വാല്യൂസ് അവിടെ തരും. യു ക്യാൻ ചെക്ക് വെദർ ദ ഡാറ്റ ഇസ് നോർമൽ ഓർ നോട്ട് യൂസിങ് ദ സ്ക്യൂനെസ് ആൻഡ് കെർട്ടോസിസ്. ഇനി അതും പോരാ, എനിക്ക് നോർമാലിറ്റി ചെക്ക് ചെയ്തേ പറ്റൂ, ദ ഷപ്പീറോ വിൽകോക്സൺ. സോ ദർ ആർ ഇനഫ് വാല്യൂസ് ടു ചെക്ക് ദാറ്റ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആദ്യം സാമ്പിളിന്റെ പ്രൊഫൈലാണ് വേണ്ടത്. ഞാൻ അവിടെ എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? ജെൻഡറും റീജിയണും ചോദിച്ചിട്ടുണ്ട്. ഐ എം ജസ്റ്റ് സെലക്ടിങ് ദ വേരിയബിൾസ് ജെൻഡർ ആൻഡ് റീജിയൻ. അവർ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് തരാം. പക്ഷെ എനിക്ക് ഈ സാധനം എനിക്ക് ആവശ്യമില്ല. കാര്യം എന്താ? ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എന്തിനും ആപ്ലിക്കബിൾ ആണ്? എന്നും മിസ്സിംഗ് ഒഴിച്ചു കഴിഞ്ഞാൽ എൻ ആപ്ലിക്കബിൾ ആണ്, എന്തിനും ആപ്ലിക്കബിൾ ആണ്, മിസ്സിംഗ് ആപ്ലിക്കബിൾ ആണ്. ഈ മീൻ നോൺസെൻസ് ആണ്. ജെൻഡറിന് മീൻ കണ്ടുപിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. റീജിയന് മീൻ കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് കമ്പ്യൂട്ടറിന് അറിയാൻ പാടില്ല, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് തരും. നമ്മളാണ് അത് ഉപയോഗിക്കാണ്ടിരിക്കേണ്ടത്. നമ്മൾ താഴത്തേക്ക് പോവാം. ഫ്രീക്വൻസീസ്, ഫ്രീക്വൻസി ഓഫ് ജെൻഡർ, ഫ്രീക്വൻസി ഓഫ് റീജിയൻ. ഞാൻ എന്ത് ചെയ്യണം? ഇതൊന്ന് മാറ്റിയിട്ടേക്കട്ടെ ഈ സാധനം. ഞാനൊരു വേർഡ് ഫയൽ തുറക്കും. ഞാൻ പ്രൊജക്ട് എഴുതാൻ പോവാട്ടെ, എന്റെ പ്രൊജക്ട് തീർക്കാൻ പോവാ. ഐ വിൽ ഷോ യു ഹൗ ടു കൺക്ലൂഡ് ഇറ്റ് വിത്തിൻ മിനിറ്റ്സ്. ഇന്ന് വൈകുന്നേരത്തോടെ നിങ്ങൾ അനാലിസിസ് ചെയ്യും. ഇത് നിങ്ങൾ മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചാൽ, ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഒരു എറർ മെസ്സേജ് ഇപ്പോൾ വരും, അതും കൂടി വന്നിട്ട് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഓട്ടെ. സോ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് അനാലിസിസ് ചാപ്റ്ററിൽ. ആദ്യത്തെ കാര്യം പ്രൊഫൈൽ ഓഫ് ദ സാമ്പിൾ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി, പേസ്റ്റ്. ഫ്രീക്വൻസി ഓഫ് ജെൻഡർ ടേബിൾ 1. താഴെ എന്ത് കാണിക്കണം? സോഴ്സ്, സർവേ ഡേറ്റ. ഫ്രീക്വൻസി ഓഫ് റീജിയൻ കോപ്പി, പേസ്റ്റ്. ടേബിൾ 2 സോഴ്സ്, സർവേ ഡേറ്റ. ഇതിനെ കമ്പ്യൂട്ടഡ് ഫ്രം എന്ന് കാണിക്കേണ്ട കാര്യമില്ല. കാര്യം വലിയ ഇതാകെ നമ്മൾ കണ്ടുപിടിച്ച എന്താ? പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. ഭയങ്കര കാൽക്കുലേഷൻ ഒന്നും നടന്നിട്ടില്ല. ദീസ് ആർ നോട്ട് യുവർ ഫൈൻഡിങ്സ്, ദീസ് ആർ വാട്ട് യു കോൾ പ്രൊഫൈൽ ഓഫ് ദ സാമ്പിൾ. ഇതിന്റെ ഫൈൻഡിങ് ആണെന്ന് എഴുതി കളഞ്ഞേക്കരുത്, നിങ്ങളുടെ സാമ്പിളിന്റെ പ്രൊഫൈലാണ്, അത്രേ ഉള്ളൂ. ഇത് ഫൈൻഡിങ്സ് ചാപ്റ്ററിൽ എഴുതി കഴിഞ്ഞാലും പ്രൊഫൈൽ ഓഫ് ദ സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ പാടുള്ളൂ. ഫൈൻഡിങ്സ് ആണെന്ന് പറഞ്ഞ് എഴുതരുത്. ഫൈൻഡിങ്സ് അല്ല, ഇത് നിങ്ങളുടെ കണ്ടുപിടുത്തമൊന്നുമല്ല. ആണാണോ പെണ്ണാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചതല്ല, അവർ പറഞ്ഞതാണ്. പക്ഷെ അഭിപ്രായങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തെടുക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ജെൻഡർ, റീജിയൻ എടുത്തു, അത് മാറ്റിയേക്കാം, അതിനെ ഇപ്പുറത്തേക്ക് വിടുകയാണ്. ഇനി എനിക്ക് എന്ത് വേണം? അവയർനെസ്. അത് താഴത്തേക്ക് വരും, അപ്പൊ തന്നെ ഇവിടെ വന്നോളൂ. ഐ എം ജസ്റ്റ് സെലക്ടിങ് അവയർനെസ്. ഞാൻ സബ്ജക്ട് ഹെഡിങ് കൊടുക്കുന്നു, അവയർനെസ് റിഗാർഡിംഗ് NAAC accreditation. അവയർനെസ് റിഗാർഡിംഗ് NAAC accreditation. ഹെഡിങ് ഒക്കെ കൊടുത്ത് വേണമെങ്കിൽ ഒരു കഥയൊക്കെ അവിടെ പറയാം നിങ്ങൾക്ക്. നിങ്ങൾ ചിലർ അങ്ങനെ പറയില്ല, ഒരു പാരഗ്രാഫ് എഴുതിയിട്ടൊക്കെയാണ് ടേബിൾ കാണിക്കുക. അത് കാണിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. ടേബിൾ 3 സോഴ്സ്. ഇത് തൊട്ട് നമ്മുടെ അനാലിസിസും കൂടി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയതുകൊണ്ട് കമ്പ്യൂട്ടഡ് ഫ്രം സർവേ ഡേറ്റ എന്ന് തന്നെ കാണിച്ചോളൂ, തെറ്റൊന്നുമില്ല. അവയർനെസ് കിട്ടി. എന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എത്ര പേർക്ക് അറിയാം? 37 പേർക്ക്, അഥവാ 84.1% പേർക്ക് അവയർനെസ് ഉണ്ട്, 15.9% പേർക്ക് അവയർനെസ് ഇല്ല. കഴിഞ്ഞു. ഇന്റർപ്രിട്ടേഷൻ എഴുതണം, അത് എഴുതുന്നു. അത് നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യം, നിങ്ങൾ ബി കോംപ്രേറ്റ് ചെയ്ത കുട്ടികളാണ്, അതെഴുതി. ഇനി എനിക്ക് അസോസിയേഷൻ
between gender and awareness regarding NAAC accreditation. നമ്മുടെ ഒബ്ജക്റ്റീവുകളിൽ ഒന്നാണത്. ജെൻഡറുമായിട്ട് ബന്ധമുണ്ടോ, അതായത് സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടോ അവയർനെസ്സിൽ? നമുക്ക് എങ്ങനെ അറിയാം? പഠിക്കണം. ബേസിക്കലി യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഇറ്റ്. ഇവിടെ രണ്ട് വേരിയബിൾസ് ആണ് എടുത്തിട്ടുള്ളത്, ജെൻഡറും അവയർനെസ്സും. ഇത് രണ്ടും എന്താണ്? നോമിനൽ ഡാറ്റയാണ്. സോ നോമിനൽ ബൈ നോമിനൽ ആണെങ്കിൽ യു ആർ ടു പ്രിപ്പയർ എ ക്രോസ് ടാബുലേഷൻ ആൻഡ് ചെക്ക് യൂസിങ് chi-square test. Provided it meets the other eligibilities, assume that it meets. So frequencies, ഞാൻ വേറെ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്, ഇവിടെ അല്ല, frequencies. Independent sample chi-square association, test of association. Independent samples chi-square test of association. Association ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്തു. അപ്പൊ അവർ ചോദിക്കും എന്തൊക്കെ തമ്മിലാണ് ചെയ്യേണ്ടത്. എന്ത് കൊടുത്താലും അവർ കണ്ടുപിടിച്ച് തരും കേട്ടോ. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് മര്യാദകൾ കൊടുക്കുക എന്നുള്ളത്. ജെൻഡർ റോയിൽ കൊടുത്തു, അവയർനെസ് കോളത്തിൽ കൊടുത്തു. ടേബിൾ അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ കടയുന്നുണ്ട്, കാണാമല്ല, സർക്കിൾ കണ്ടോണ്ടിരില്ലേ, കടഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പൊ വരും. ഇത് എന്റെ സിസ്റ്റത്തിന്റെ സ്ലോ കൊണ്ടാണ് കേട്ടോ വരുന്നത്. കാരണം നമ്മൾ വീഡിയോ കോൺഫറൻസിംഗിലാണല്ലോ, അതുകൊണ്ടാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇത്രയും ഡിലേ ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ടേബിൾ കിട്ടി, ഞാൻ എന്ത് ചെയ്യും? കോപ്പി പേസ്റ്റ് ചെയ്തു. കണ്ടിന്യൂസി ടേബിൾ അവയർനെസ് അസോസിയേഷൻ ബിറ്റ്വീൻ, അതാണല്ലോ. ഞാനത് ഒരു എന്താ പറയാ, ടൈപ്പ് ചെയ്യാൻ ഇത്തിരി മടികളുകൊണ്ട് ഞാനൊന്ന് പേസ്റ്റ് ചെയ്തിട്ടു. എന്നിട്ട് എന്താ അതിന് പേരും കൊടുത്തു. ടേബിളിന്റെ എത്രാമത്തെ നമ്പർ അപ്പൊ നമ്മൾ പറഞ്ഞ? 4ാമത്തെ ടേബിൾ. 4ാമത്തെ ടേബിൾ. ഇതൊക്കെ ഓട്ടോ അഡ്ജസ്റ്റ് ആയിട്ട് അവിടെ കിടന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പേജിൽ അത് വൃത്തിയായിട്ട് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. ഇവിടെ വന്നിട്ടുണ്ട്. അത് സ്ഥലം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത പേജിലേക്ക് പോവാം. ഈ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ പ്രോജക്റ്റ് ടൈപ്പ് ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യമാണ്, വെൻ യു ഗോ ടു ദ നെക്സ്റ്റ് പേജ് എൻ്റർ അടിച്ച് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും അടിക്കുമ്പോൾ താഴെ നീങ്ങിക്കൊണ്ടിരിക്കും. പകരം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കൺട്രോൾ എൻ്റർ അടിക്കുക. അപ്പൊ പിന്നെ ഇവിടെ ടൈപ്പ് ചെയ്താലും ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ കൺട്രോൾ എൻ്റർ നെക്സ്റ്റ് പേജിലേക്ക് പോകേണ്ട സാധനമാണെങ്കിൽ കൺട്രോൾ എൻ്റർ അടിച്ച് അടുത്ത പേജിലേക്ക് പോവുക. സോ ദാറ്റ് ഇറ്റ് വിൽ ഫിറ്റ് ദെയർ. അവിടെ കൃത്യമായിട്ട് അത് ഫിറ്റ് ചെയ്തിരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് അതൊരു ഉപദേശമായിട്ട് കൂട്ടുക. ഉപദേശമല്ലേ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ സോഴ്സ് കമ്പ്യൂട്ടഡ് ഫ്രം സർവേ ഡേറ്റ. എന്നിട്ട് എന്താണ് അടുത്ത ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്, ടെസ്റ്റ്. ഇത് കോപ്പി കൊണ്ടുപോവാം. കോപ്പി പേസ്റ്റ്. ടേബിൾ 5 chi-square test of association between what gender and അയ്യോ മെമ്മറിന്ന് അത് പോയി, മടി കാണിച്ചതിന്റെ കുഴപ്പം. കൺട്രോൾ സി, അസോസിയേഷൻ ബിറ്റ്വീൻ പേസ്റ്റ് സ്പെഷ്യൽ കൊടുത്ത കൃത്യമായിട്ട് വന്നത്. ഓക്കെ, ടേബിൾ ഹെഡിങ് വന്നു. ഇനി ഇന്റർപ്രിട്ടേഷൻ. chi-square വാല്യൂ കിട്ടി 1.82. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആണ്. എങ്ങനെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആയത്? 2 കോളം 2 റോ, n-1 r-1 into c-1, 2-1 into 2-1, so 1. ഇനി ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനിയിപ്പോ എന്താ പറയുക കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് മെനക്കെടുന്നില്ല. എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ക്ലാസ് എടുക്കുന്നില്ല. കാലം അതാണ് ഫോർമുല നിങ്ങൾക്ക് അറിയാമല്ലോ, c-1 into r-1, അതാണ് 1. അതവിടെ കിടന്നോട്ടെ. വന്നു. ടേബിൾ വാല്യൂ നമ്മൾ നോക്കും. 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ 5% ലെവൽ സിഗ്നിഫിക്കൻസിൽ ടേബിൾ വാല്യൂ എത്രയാണെന്ന് നോക്കും. ദാറ്റ് വിൽ ബി സംതിങ് ഹയർ ദാൻ ദിസ്. നമുക്ക് കാൽക്കുലേറ്റർ വാല്യൂ 1.82 ആണ്. പി വാല്യൂ 0.177 ആണ്. അതായത് 17% സിഗ്നിഫിക്കൻസ് ലെവൽ. ഇതിനൊരു പെർസെന്റേജ് ആയിട്ട് വായിച്ചാൽ മതി. 0.17 എന്ന് വെച്ചാൽ 17 ആണ്. ഇത് 0.05 അതിൽ താഴെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴത്തെ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? ദെയർ ഇസ് നോ അസോസിയേഷൻ.
ആരും തമ്മിൽ ഒരു ബന്ധവുമില്ല, എല്ലാം നോർമലാണ്, എല്ലാം സാധാരണ അധികം നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ നൾ എപ്പോഴും അതാണ്. ഡാറ്റ ഫ്ലോസ് ഇറ്റ്സ് ഇൻ നോർമാലിറ്റി, നോ അസോസിയേഷൻ, നോ സിഗ്നിഫിക്കൻസ്. പക്ഷെ ഈ പി വാല്യൂ ചെറിയ വാല്യൂ കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോ പറയും ദർ ഇസ് സിഗ്നിഫിക്കൻസ്. അത് നിങ്ങൾ എഴുതുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഗൈഡ് സഹായിക്കും, അത്രേ ഉള്ളൂ. സോ പി വാല്യൂ കിട്ടി കഴിയുമ്പോൾ നമ്മൾ അത് എഴുതുന്നു. ആ റൂള് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. നമ്മള് ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. കാര്യം നിങ്ങൾ പുസ്തകത്തിൽ പഠിച്ച മെത്തേഡ് അല്ല കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ. പുസ്തകത്തിൽ പഠിച്ച എന്താണ്? കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ എന്ത് ചെയ്യും? H0 accepted, sorry rejected. Calculator value greater than table value, H0 rejected. Calculator value less than table value, that is within the table value, H0 accepted എന്നാണ് നമ്മൾ പറയാ. പക്ഷെ അങ്ങനെ എഴുതരുത്. ഫെയിൽഡ് ടു റിജക്ട് H0 എന്ന് വേണം എഴുതാൻ. നമ്മൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് H0 accepted എന്നായിരിക്കും, അത് വിട്ടേക്ക്. ഇത് ഏത് മെത്തഡാണ്? മാനുവൽ മെത്തേഡ്. നമ്മൾ പി വാല്യൂ ലോജിക്കലാണെങ്കിൽ, അതായത് ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ ഈ കിട്ടിയ പി വാല്യൂ ലെസ് ദാൻ 0.05 ആണെങ്കിൽ പ്രൊജക്ട് ചെയ്യും. പി വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.05 ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ദിസ് ഇസ് ദ ഡിസിഷൻ. ഇത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. കുട്ടികൾക്ക് കാണാൻ പറ്റുന്നില്ല, ഒന്നുകൂടി വലുതാക്കാം. ദയവ് ചെയ്ത് ഇതൊന്ന് എഴുതി വെച്ചേക്കുക, നിങ്ങൾക്കിത് ആവശ്യമാണ്. ഇത് ഈ പ്രകാരമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഇതുകൊണ്ട് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അപ്പൊ മാനുവൽ മെത്തേഡ് നിങ്ങൾ സാധാരണ ക്യൂട്ടിയിൽ പ്രോബ്ലം ചെയ്തിട്ടുള്ള മെത്തേഡ്, അതാണ് ഈ പറഞ്ഞത്. ഇത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ തൽക്കാലം ഇത് കൂടുതൽ പഠിപ്പിക്കാനുള്ള സമയം നമുക്ക് ഇല്ല, നമ്മൾ സമയം കളയുന്നതിൽ അർത്ഥമില്ല. തൽക്കാലം ഈ റൂൾ അങ്ങ് എഴുതി വെച്ചേക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. സപ്പോസ് ഈ 0.05 ഓക്കെ ആണ്, നമ്മളിനി ചില റിസൾട്ട് നോക്കി കഴിയുമ്പോൾ 1 സ്റ്റാർ കിട്ടും. അതിന്റെ അർത്ഥം പി വാല്യൂ ലെസ് ദാൻ 0.05. ചിലപ്പോൾ 2 സ്റ്റാർ കിട്ടും, അത് പി വാല്യൂ ലെസ് ദാൻ 0.01. ചിലതിൽ 3 സ്റ്റാർ ഉണ്ടാവും, പി വാല്യൂ ലെസ് ദാൻ 0.001. അത് മനസ്സിലാക്കിയിരുന്നേക്ക്, അത്ര അതിന്റെ അർത്ഥമുള്ളൂ. വാല്യൂസ് അത്രയും ചെറുതാണ്. ഓക്കെ, ഇനി എന്താണ് പി വാല്യൂ അതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. തൽക്കാലം നിങ്ങൾ ഈ റൂള് പഠിക്കുക, അത് എഴുതി വെക്കുക, പ്രൊജക്ട് വെച്ചെടുക്കുക. ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ ഇനിയും നടക്കും. ഇതേ കോളേജിൽ തന്നെ നടക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ദയവായി ടീച്ചർ റിക്വസ്റ്റ് ക്ലാസ്സിൽ കയറുക. ഓക്കെ, സോ കൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്യാം? നോമിനൽ ബൈ നോമിനൽ. നമുക്ക് ചെയ്യാനുള്ള 2 ഡാറ്റയും നോമിനൽ ആയിരിക്കണം. ജെൻഡർ മാറ്റിയിട്ട് ഞാൻ റീജിയൻ കൊടുത്തു നോക്കുകയാണ്. ഐ എം ജസ്റ്റ് ചേഞ്ചിങ് ജെൻഡർ ആൻഡ് ഐ എം ഗിവിംഗ് റീജിയൻ. അപ്പോഴും അവർ വേറെ കുറച്ച് ഡാറ്റ തരും. കോപ്പി. ഇനി ഇവിടുത്തെ നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പറഞ്ഞില്ല, ഇത് 17 ആണ്, അപ്പൊ ഗ്രേറ്റർ ആണ്. നമ്മൾ എന്ത് പറയുന്നു? ഗ്രേറ്റർ ആണെങ്കിൽ എന്താ പറയണ്ടേ? നൾ ഹൈപ്പോത്തസിസ് ഫെയിൽഡ് ടു ബി റിജക്റ്റഡ് എന്നാണ്. കമ്പ്യൂട്ടഡ് ഫ്രം സർവേ ഡേറ്റ. ഇവിടെ നമ്മൾ എന്ത് എഴുതാൻ ഇനി എഴുതാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ എഴുതേണ്ടത് കൈ സ്ക്വയർ ടെസ്റ്റ് produced chi-square test produced a value of 1.82 in bracket p value greater than 0.05 at 1 degree of freedom. ഇത്രയും ഡീറ്റെയിൽ എഴുതേണ്ട കാര്യമില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ പ്രോജക്റ്റ് ആണല്ലോ, പേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഇതൊക്കെ എഴുതാം. at 1 degrees of freedom. 1 degrees എന്ന് പറയേണ്ട കാര്യം ഒറ്റ ഡിഗ്രി ഉള്ളൂ. 1 degree of freedom. Hence, it could be inferred that there is no significant
association between gender and awareness regarding NAC accreditation. ഇതേപോലെ എഴുതണം. ഇനി നമുക്ക് ഇവിടുന്ന് വരാം. ഇവിടെ ചെയ്തില്ലേ, റീജിയന്റെ ടേബിൾ എടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് വരാം. ടേബിൾ 6. ടേബിൾ 6 contains tables hyphen ഇട്ടിട്ട് association between region and awareness. ഇവിടെ ഇതേ കാര്യം ഹെഡിങ് കൊടുക്കാനുണ്ട്, നമ്മൾ മറന്നു പോരുതൊന്നും. ഹെഡിങ്ങുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വല്ലവള് വെച്ചാലും നല്ലവള് വിളമ്പണം എന്നാ പറയാ. അതായത് പ്രസന്റേഷന് മാർക്കുണ്ട്. Association between region and awareness regarding NAC accreditation. ടേബിൾ കൊടുത്തു, താഴെ സോഴ്സ് കമ്പ്യൂട്ടഡ് ഫ്രം സർവേ ഡേറ്റ. ഇനി എന്ത് വേണം? പി വാല്യൂന്റെ ടേബിൾ ഉണ്ട് അവിടെ, ടേബിൾ കോപ്പി പേസ്റ്റ് ചെയ്തു. ടേബിൾ 7 സ്ക്വയർ ടെസ്റ്റ്. ബാക്കി ഇവിടെ അസോസിയേഷൻ ഫോർ അസോസിയേഷൻ പറഞ്ഞ് കൊടുത്തേക്കാം. അസോസിയേഷൻ ബാക്കിയുള്ള കൊടുത്തേക്കാം. ഞാൻ മടിയനായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ ടൈപ്പ് ചെയ്യണം നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ. നിങ്ങൾ മടി കാണിക്കാൻ പറ്റില്ല, പ്രോജക്റ്റ് മാർക്ക് നിങ്ങൾക്കുള്ളതാണ്, എനിക്ക് മാർക്കില്ല. സോഴ്സ് കമ്പ്യൂട്ടഡ് ഫ്രം സർവേ ഡേറ്റ. ഇവിടെ എന്താ പ്രശ്നം? ഹൈ സ്കോർ കൂടിയ വാല്യൂ ആണ്. വാല്യൂ ഉണ്ട് 0.551 ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, 0.551 ആണ്. അപ്പൊ എന്താണ്? കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസോസിയേഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? വീണ്ടും ഞാൻ മടിയനായതുകൊണ്ടും നിങ്ങൾക്കും ചെയ്യാവുന്നതൊക്കെ തന്നെ ഉള്ളൂ, വാല്യൂ മാറിപ്പോരുത്. ഇന്റർപ്രിട്ടേഷൻ ഇങ്ങോട്ട് എടുത്ത് വിടാം, എന്നിട്ട് വാല്യൂ മാറ്റി മാറ്റി എഴുതിയാൽ മതി. ഹൈ സ്കോർ ടെസ്റ്റ് പ്രൊഡ്യൂസ്ഡ് വാല്യൂ, ഹൈ സ്കോർ വാല്യൂ എത്രയായിരുന്നു? 0.356. P value greater than 0.5 at 1 degree of freedom. Hence, it could be inferred that there is no significant association between region and awareness. രണ്ട് ഹൈപ്പോത്തസിസ് ചെയ്തു. ഓക്കെ, ഇനി എന്റെ അടുത്ത പ്രശ്നം എന്താണ്? പെർസെപ്ഷൻ ആണ്. ദാറ്റ് ഇസ് മൈ നെക്സ്റ്റ് പ്രോബ്ലം. ഐ വോണ്ട് ടു സ്റ്റഡി പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ത് ഡാറ്റ ആയിരുന്നു? ഡാറ്റ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ കാണാം, പെർസെപ്ഷൻ വാസ് എ കണ്ടിന്യൂസ് ഡേറ്റ. കണ്ടിന്യൂസ് ഡാറ്റയ്ക്ക് സിംഗിൾ വൺ സാമ്പിൾ ടി ടെസ്റ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? മീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ എന്താ അറിയണം? വി ഷുഡ് ചെക്ക് വെദർ ഇറ്റ് ഇസ് നോർമൽ. ഞാൻ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഡിസ്ക്രിപ്റ്റീവ്സിൽ പോയിട്ട് പെർസെപ്ഷൻ എന്ന് പറയുന്ന വേരിയബിള്, അതിന്റെ മീൻ മീഡിയൻ സ്ക്യൂനെസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്തു, കുഴപ്പമില്ല. എനിക്ക് ടെസ്റ്റ് കൂടി വേണം, ഷപ്പീറോ വിൽകോക്സൺ ടെസ്റ്റ്. നോർമാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടെസ്റ്റുകളാണ് SPSS ഉള്ളത്. ഒന്ന് ക്രിസ്കൽ വാലിസ് ടെസ്റ്റ്, സോറി കൊൾമോഗ്രോവ് സ്മിർനോവ് ടെസ്റ്റ്, KS ടെസ്റ്റ്. നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടത് ക്യൂട്ടിക്ക്. KS ടെസ്റ്റ് നമ്മൾ കൊൾമോഗ്രോവ് സ്മിർനോവ് എന്നൊക്കെ പറയാൻ മടിയായതുകൊണ്ട് KS എന്ന് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് ഷപ്പീറോ വിൽകോക്സൺ ടെസ്റ്റ്. ഷപ്പീറോ വിൽകോക്സൺ ആണ് ഇതിലുള്ളത്. അതിന്റെ ഡാറ്റ എവിടെ ഉണ്ട്? സോ കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോകുന്നു, Ctrl V. എന്താണ് ഐറ്റം? അത് ടേബിൾ. എത്താത്ത ടേബിളാ? 7 ടേബിൾ കഴിഞ്ഞു. ടേബിൾ 8 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പെർസെപ്ഷൻ, സ്റ്റുഡന്റ് പെർസെപ്ഷൻ. വേരിയബിളിന്റെ ഒക്കെ പേരൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് കൊടുക്കുക, കാര്യം അതൊക്കെയാണ് ആ ഡെഫിനേഷൻ ആണ് ഭംഗി. ഞാനിപ്പോ അസസ് ചെയ്ത് സ്റ്റുഡന്റ് പെർസെപ്ഷൻ ആണ്. സ്റ്റുഡന്റ് പെർസെപ്ഷൻ ടുവേർഡ്സ് NAC accreditation. പെർസെപ്ഷന്റെ വാല്യൂ ഒക്കെ അവിടെ ഉണ്ട്. മീൻ ഇവിടെ തന്നിട്ടുണ്ട് 4.46.
വെരി ഹൈ വാല്യൂ. 5 പോയിന്റിൽ ചോദിച്ച 5 മാർക്കിൽ പരീക്ഷ നടത്തിയിട്ട് നിങ്ങൾക്ക് 4.46 മാർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നല്ല സ്കോർ അല്ലേ? സോ വെരി ഹൈ മാർക്സ്. മീഡിയൻ ഇസ് ഓൾസോ വെരി ഹൈ. അവിടെ നിന്നോട്ടെ, നമുക്ക് താഴത്തേക്ക് വരാം. ഇവിടെ മിനിമം വാല്യൂ നോക്കിയാൽ അറിയാം 3ന്റെ താഴത്തേക്ക് പോയിട്ടില്ല. ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. മിനിമം വാസ് 3. ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ന്യൂട്രലേ പോയിട്ടുള്ളൂ, അതിന്റെ താഴത്തേക്ക് പോയിട്ടില്ല. ഇനി കേർട്ടോസിസും സ്ക്യൂനെസ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. ആൻഡ് സ്ക്യൂനെസ് കാണുമ്പോൾ അറിയാം വാല്യൂ ഇത്തിരി വേരിയേഷൻ ഉണ്ട്. കേർട്ടോസിസ് ഓൾസോ ദർ ഇസ് എ വേരിയേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ താഴത്തേക്ക് വരാം. പി വാല്യൂ ഇസ് സിഗ്നിഫിക്കൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം വളരെ ചെറിയ വാല്യൂ ആണ്, ലെസ് ദാൻ 0.01 ആണ്. അതിന്റെ അർത്ഥം ഡാറ്റ നോർമൽ അല്ല എന്നാണ്. കമ്പ്യൂട്ടഡ് ഫ്രം സർവേ ഡേറ്റ. സ്റ്റാറിന്റെ അർത്ഥം സിഗ്നിഫിക്കൻറ്റ് അറ്റ് 5% ലെവൽ ഓഫ് 5-ലല്ല, എത്ര താഴ്ത്തി എടുത്താലും സിഗ്നിഫിക്കന്റ് ആണ്. എന്നാലും നമ്മൾ അത് മതി. വേണമെങ്കിൽ ഇവിടെ 1 കൊടുക്കാം. സിഗ്നിഫിക്കൻസ് അറ്റ് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ആൻഡ് വി കുഡ് ഇന്റർപ്രറ്റ് ദാറ്റ് സിൻസ് ദി Shapiro-Wilcoxon test produced a significant p-value, it could be observed that data is not normally distributed. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റ് ഒന്നും ചെയ്യാൻ താല്പര്യം, ഒരു മിനിറ്റ്, ഒരു കോളേജ് പ്രിൻസിപ്പലാണ്. സോ നോർമാലിറ്റി ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്, ഇനി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല, പക്ഷേ ചെയ്തു വെക്കുന്നതാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ എളുപ്പം. സോ അത് ടെസ്റ്റ് ചെയ്തു, ഡാറ്റ ഇസ് നോട്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് are used for drawing inferences എന്ന് എഴുതി വെച്ചാൽ അതിന്റെ ഗുണം നിങ്ങളുടെ തീസിസ് അല്ലെങ്കിൽ പ്രോജക്റ്റ് നല്ലതാണെന്നാണ്. നേരെ മറിച്ച് ഇതൊന്നുമില്ലാണ്ട് വെറുതെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റോങ്. സോ ഇറ്റ് ഇസ് വൺ തിങ്, അത് ചെയ്തു വെക്കാൻ നോക്കുക. ഇനി അല്ല നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ടതെന്നാണെങ്കിൽ കഴിവതും നോർമൽ പാരാമെട്രിക് പ്രൊസീജിയേഴ്സ് മാത്രമായിട്ട് ചെയ്യുക. പാരാമെട്രിക്കിലേക്ക് പോകണ്ട, ടി ടെസ്റ്റ് മറ്റു സാധനങ്ങളും ചെയ്യേണ്ട, പാരാമെട്രിക് നോൺ പാരാമെട്രിക് തന്നെയിട്ട് ചെയ്യുക. ഇനി അതും വേണ്ട, നിങ്ങൾക്ക് എന്താ പറയണേ ഞങ്ങൾ ചെയ്തോളാം എന്നാണെങ്കിൽ അപ്പോഴും കുഴപ്പമില്ല. വി കം ടു ടി ടെസ്റ്റ്. ഞാൻ അതായി ചെയ്യാൻ പോണേ. എനിക്ക് അറിയണം പെർസെപ്ഷൻ സിഗ്നിഫിക്കന്റ്ലി പോസിറ്റീവ് ആണോ. ടി ടെസ്റ്റ് എടുത്തു. എന്ത് ടി ടെസ്റ്റ് ആണ് ഉപയോഗിക്കും? ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്, പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ്, വൺ സാമ്പിൾ ടി ടെസ്റ്റ്. ഇവിടെ നമ്മൾ പെർസെപ്ഷൻ മൊത്തത്തിൽ ഒറ്റ ഗ്രൂപ്പായിട്ടാണ് നോക്കുന്നത്. സ്റ്റുഡൻസിനെ മൊത്തമായിട്ട് കാണുകയാണെങ്കിൽ വൺ സാമ്പിൾ ടി ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ജെൻഡർ, ആണിന്റെയും പെണ്ണിന്റെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്. 2 ഗ്രൂപ്പ് ആണെങ്കിൽ ഈ 2 ഗ്രൂപ്പ് തന്നെ ബിഫോർ ആഫ്റ്റർ എന്നാണെങ്കിൽ, അതിപ്പോ ഈ ചോദ്യത്തിൽ ഇല്ല. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ചോദ്യം ആണുങ്ങളുടെ നിങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തു ഒരു കുട്ടി, അല്ലെങ്കിൽ അധ്യാപകനോ അല്ലെങ്കിൽ എംപ്ലോയിയോ, ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള അവരുടെ കോമ്പിറ്റൻസിയും
ട്രെയിനിങ്ങിന് ശേഷമുള്ള കോമ്പിറ്റൻസി, അതിനാണ് ബിഫോർ ആഫ്റ്റർ. അത് പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. വി വിൽ ബി ടേക്കിംഗ് 1 സാമ്പിൾ ടി ടെസ്റ്റ്. അവരെടുത്തതിന് ശേഷം എന്താ ചെയ്യുക, പെർസെപ്ഷൻ ആണ് എനിക്ക് ചെയ്യേണ്ടത്. അവർ ചോദിക്കും ഏത് ടെസ്റ്റ് ആണ്, സ്റ്റുഡൻസ് ടി ടെസ്റ്റ്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റുഡന്റ് എന്നുള്ളത് ഒരു തൂലികാ നാമമാണ് കേട്ടോ, വിദ്യാർത്ഥിയാണെന്ന് വിചാരിച്ചേക്കല്ലേ, അത് ഉണ്ടാക്കിയ തൂലികാ നാമമാണ്. ദെൻ അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സയൻസ് സ്ഥാപനത്തിൽ സ്വന്തം പേര് ഉപയോഗിച്ച് പുറത്ത് പബ്ലിഷ് ചെയ്യാൻ പാടുള്ള നിയമം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പുള്ളി ഉപയോഗിച്ച തൂലികാ നാമമാണ്. വിൽകോക്സൺ റാങ്ക് ടെസ്റ്റ്, ഇതാണ് ഇതിന് പകരം ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു സപ്പോസ് നോർമൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ വിൽകോക്സൺ ആണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ അതും കൂടി ടിക്ക് ചെയ്തു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യാം. എനിക്ക് സ്റ്റുഡന്റ് വേണ്ടെന്നാണെങ്കിൽ അത് അൺചെക്ക് ചെയ്യാം, ഇത് മാത്രം വിൽകോക്സന്റെ മാത്രം. സോ ഐ ക്യാൻ ചെക്ക് ഇറ്റ്. ഞാൻ വിൽകോക്സൺ മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്റെ ഡാറ്റ അതേ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. ഇത് ടി ചെയ്യണമെങ്കിൽ വെറുതെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അത് വന്നോളൂ കേട്ടോ, അതിൽ വേറെ ഒരു കുഴപ്പമില്ല. ഇനി താഴെ ഒരു കാര്യം വന്നിരിക്കുന്നത് ഹൈപ്പോത്തസിസ് എന്താണ്. ഹൈപ്പോത്തസിസിൽ വാട്ട് ഇസ് എ മിഡിൽ വാല്യൂ. ടെസ്റ്റ് വാല്യൂ നമുക്ക് എത്രയാ, 5 പോയിന്റ് സ്കെയിലല്ലേ നമ്മൾ ചോദ്യം ചോദിച്ചേക്കണേ. അപ്പൊ മിഡിൽ വാല്യൂ 3 ആണ്, 0 അല്ല. ഞാൻ അവിടെ 3 കൊടുത്തു. ഇനി 1 സൈഡഡ് ടെസ്റ്റ് ആണോ 2 സൈഡഡ് ടെസ്റ്റ് ആണോ, എന്താണ് 1 സൈഡ് എന്താണ് 2 സൈഡ് എന്ന് ഞാൻ കൂടുതൽ പഠിപ്പിക്കാൻ പോകുന്നില്ല. തൽക്കാലം പോസിറ്റീവ് പെർസെപ്ഷൻ ആണോ നെഗറ്റീവ് പെർസെപ്ഷൻ ആണോ, 3നേക്കാൾ കൂടുതലാണോ 3നേക്കാൾ കുറവാണോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ ചെക്ക് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ടെസ്റ്റ് വാല്യൂ 3 അല്ല, അതായത് മിഡിൽ വാല്യൂ അല്ല, ഒന്നുകിൽ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്, ന്യൂട്രൽ അല്ല എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റിംഗ്. അതല്ല ഞാൻ പറയാണ് മുകളിലേക്കാണ്, ഇറ്റ് ഇസ് ഹൈ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ടെസ്റ്റ് വാല്യൂ. ലെസ് ദാൻ ടെസ്റ്റ് വാല്യൂ കുറവ്, ഞാൻ പറയാണ് എന്റെ ഹൈപ്പോത്തസിസ് കുറവാണെന്നാണെങ്കിൽ ലെസ് ദാൻ ടെസ്റ്റ് വാല്യൂ. നമ്മുടെ ഇവിടുത്തെ എന്താ ഏറ്റവും നല്ലത് നോട്ട് ഈക്വൽ ടു ടെസ്റ്റ് വാല്യൂ കൊടുക്കുന്നതാണ്. 2 സൈഡ് ടെസ്റ്റ് ആണ് എപ്പോഴും സേഫ്. കാര്യം മീൻ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം ഏത് സൈഡിലാണെന്നുള്ളത്. അപ്പൊ പിന്നെ ടെസ്റ്റിംഗിൽ ഒരു ബയസ് കൊണ്ടുവരേണ്ട കാര്യമില്ല. ബെറ്റർ ടെസ്റ്റ് ബി അൺബയസ്ഡ്. 2 സൈഡ് ടെസ്റ്റ് ഉപയോഗിക്കുക. ആദ്യത്തെ വാല്യൂ ഡീഫോൾട്ട് വാല്യൂ തന്നെ. ടെസ്റ്റ് വാല്യൂ നമ്മൾ 5 പോയിന്റ് സ്കെയിൽ ആയതുകൊണ്ട് മിഡിൽ വാല്യൂ 3 കൊടുക്കുക. നേരെ മറിച്ച് 7 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ മിഡിൽ വാല്യൂ 4 കൊടുക്കണം. 9 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ 5 കൊടുക്കണം. അത്രേ ഉള്ളൂ. അത് 1 കൊടുത്തു, 3 കൊടുത്തു. സോ ഐ ഹാവ് സം ഔട്ട്പുട്ട്സ്. ഇവിടെ വീണ്ടും നോർമാലിറ്റി ടെസ്റ്റ് ഇവിടെ വീണ്ടും ഒരു വേണേൽ ചെയ്തു തരും കേട്ടോ. ഷാപ്പിറോ-വിൽകോക്സൺ ഒരു വീണ്ടും എന്റെ റിസൾട്ട് കാണിച്ചു തരും. എ ലോ പി വാല്യൂ സജസ്റ്റ് എ വയലേഷൻ ഓഫ് ദി അസംപ്ഷൻ ഓഫ് നോർമാലിറ്റി. അതാണ് നമ്മൾ പറഞ്ഞത് ഡാറ്റ നോർമൽ അല്ല. ഞാനിതെടുത്തു, കോപ്പി, കൺട്രോൾ വി. ഇതെന്താ, 1 സാമ്പിൾ ടി ടെസ്റ്റിന് ടേബിൾ ഉണ്ടാവും, അത് മാറ്റി കൊടുത്തേക്കാം. നമ്മൾ ടി അല്ല ചെയ്തത്, ടിക്ക് പകരമുള്ള ടേബിൾ 9 ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്ത് ടെസ്റ്റ് ഉപയോഗിച്ച, വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ്. കോഴ്സ് കമ്പ്യൂട്ടഡ് ഫ്രം സർവേ ഡേറ്റ, വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. വെറുതെ വിളിക്കുമ്പോഴാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നത്. വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് അത് വളരെ വന്നു. ഈ അകലം കൂടുതലാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കട്ടെ കേട്ടോ, ഇത് ഫോൺ വേർഡിന്റെ കുഴപ്പമാണ്. മൊത്തം സെലക്ട് ചെയ്തിട്ട് ഞാൻ പാരഗ്രാഫ് 0, സ്പേസിംഗ് 0, ലൈൻ സ്പേസിംഗ് 1 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് അടുത്തടുത്ത് വന്നോളൂ. ഇതാ അടുത്തടുത്തൊക്കെ വന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത അകലമൊക്കെ പോയിട്ട് വൃത്തിക്ക് തന്നെ വന്നോളൂ. അത് നമ്മൾ അവസാനം സെറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അതൊക്കെ ഏറ്റവും അവസാനം ഒരുമിച്ച് ചെയ്താൽ മതി. സെറ്റിംഗ് ഭംഗി വരുന്നതിലൊക്കെ അവസാനം. അപ്പൊ ഇവിടെ ടെസ്റ്റ് കൊടുത്തു, റിസൾട്ട് കിട്ടി. റിസൾട്ട് എന്താ, 001 ആണ്, ലെസ് ദാൻ 001 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഒരു 2 3 സ്റ്റാർ ഇട്ടേക്കുക. നമുക്ക് രണ്ടായാലും മതി കിട്ടും. 3 സ്റ്റാറിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ, അത് ഇറ്റ്സ് എന്താ പറയണേ, ഡബിൾ സ്റ്റാർ മെത്തേഡ് നിങ്ങളിപ്പോൾ പഠിച്ചാൽ മതി. ട്രിപ്പിൾ സ്റ്റാർ ഇപ്പൊ കിട്ടു വെച്ച് കഴിഞ്ഞാൽ അതെന്താ എന്നൊക്കെ ആൾക്കാരെ ചോദിക്കാൻ വരും. കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ട. നിങ്ങൾക്ക് വൈവയ്ക്ക് ചോദ്യം അധികം വരാതിരിക്കുക 2 സ്റ്റാർ ഇട്ടാൽ മതി. സിഗ്നിഫിക്കൻറ്റ് at 1% level of significance. ഇവിടെ നമ്മൾ എന്താ പറയാമോ വെച്ച് കഴിഞ്ഞാല്, വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് പ്രൊഡ്യൂസ്ഡ്
produced a significant p-value in bracket less than 0.05 while the mean was mean എത്രയായിരുന്നു നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് 4.46 and median നോൺ പാരാമെട്രിക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മീഡിയനും കൂടി റിപ്പോർട്ട് ചെയ്യണം എപ്പോഴും. മീൻ ഇസ് എ പാരാമെട്രിക് ടൂൾ, അതുകൊണ്ട് നമ്മൾ രണ്ടും റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സേഫ്. 4.67 while the mean was 4.6 and median 4.67 full stop. It could be inferred that there is a significant positive perception towards accreditation. എന്തൊക്കെ ചെയ്തു? രണ്ടു തരത്തിലുള്ള ഹൈപ്പോത്തസിസ്. ഇനി ഇവിടെ അൺസാമ്പിൾ ടീച്ചർ വേറെ ചെയ്തേക്കാം. ഇനി എനിക്ക് അറിയേണ്ടത് എന്താ? ജെൻഡർ തമ്മിൽ, അതായത് എന്തോ ആവശ്യമില്ലാതെ ഒരു ബ്രേക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ, ജെൻഡർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്കറിയണം. ജെൻഡറും പെർസെപ്ഷനും, പുരുഷന്മാരുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പെർസെപ്ഷൻ തമ്മിൽ വ്യത്യാസം ഉണ്ടോ നമുക്കറിയണം. ദാറ്റ് വിൽ ബി ടേബിൾ 10. എന്താ ഏത് ടെസ്റ്റ് അവിടെ ചെയ്തത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. അത് പാരാമെട്രിക് ആണ്, ഡാറ്റ നോർമൽ ആണെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഡാറ്റ നോർമൽ അല്ല നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യണം? ജെൻഡർ ആണ് ഗ്രൂപ്പിംഗ് വേരിയബിള്, പെർസെപ്ഷൻ ആണ് ഡിപ്പെൻഡന്റ് വേരിയബിള്, ടി ടെസ്റ്റ് ആണ് അവിടെ ഡിഫോൾട്ട് ആയിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞു ടി ടെസ്റ്റ് മാറ്റിയിട്ട് ഞാൻ എന്തെടുക്കും? മാൻ വിറ്റ്നി യു ടെസ്റ്റ് എടുക്കും. എനിക്ക് ടി ടെസ്റ്റ് അല്ല വേണ്ടത്, ഐ വോണ്ട് മാൻ വിറ്റ്നി യു ടെസ്റ്റ്. അതൊന്ന് മാറ്റി സെലക്ട് ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. വേറെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ക്ലിക്ക് ചെയ്ത് മാറ്റിയിട്ടു, അത്രേ ഉള്ളൂ. ഇവിടെയും ചോദിക്കുന്നത് 3 ഹൈപ്പോത്തസിസ് ആണ്. ഒരു ഗ്രൂപ്പ് മറ്റേനേക്കാൾ മുകളിലാണെന്നോ ചെറുതാണെന്നോ ഒക്കെയാണോ ഹൈപ്പോത്തസിസ് ആണ് ചോദിക്കുന്നത്. ഞാൻ അതല്ല പറയുന്നത്, രണ്ടും തുല്യമല്ല എന്നുള്ള ഹൈപ്പോത്തസിസ് ആണ് എടുക്കുന്നത്. അതിന്റെ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ നോർമാലിറ്റി ടെസ്റ്റ് ആൻഡ് ഹോമോജിനിറ്റി ടെസ്റ്റ്. ഇതൊക്കെ മിക്കവാറും ഫെയിൽ ആവുകയുള്ളൂ, കാര്യം നമ്മുടെ സാമ്പിൾ വളരെ ചെറുതാണ്. ഹോമോജിനിറ്റി, വയലേഷൻ ഓഫ് അസംപ്ഷൻ ഓഫ് ഈക്വൽ വേരിയൻസ്. അപ്പൊ എന്ത് പറ്റി? ഈ വേരിയൻസ് ഈക്വൽ അല്ല, പാരാമെട്രിക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ മാൻ വിറ്റ്നി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാനത് പേസ്റ്റ് ചെയ്തു. ടേബിൾ 10. ഈ പേര് മാറ്റി കൊടുക്കണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാൻ വിറ്റ്നി ടെസ്റ്റ് ഫോർ അസോസിയേഷൻ ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് പെർസെപ്ഷൻ. അതിന് മുമ്പ് ഒരു ടേബിൾ കൂടി കൊടുത്താൽ നന്നായിരിക്കും. എന്താണ്? ഇതിന്റെ മീൻസ് ഒന്ന് തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. സോ ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് ഡിസ്ക്രിപ്റ്റീവ്സ്, പെർസെപ്ഷന് വേരിയബിൾ ആയിട്ട് എടുത്തിട്ട് ജെൻഡർ കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ ഇവര് മെയിലിന്റെ ഫീമെയിലിന്റെ മീൻ, എനിക്ക് മീൻ മാത്രം മതിയെങ്കിൽ മീൻ മാത്രം, മീഡിയനും കൂടി വേണമെങ്കിൽ അതല്ല, എന്തൊക്കെയുണ്ടോ അതെല്ലാം മാറ്റി കാണിക്കും. എനിക്ക് മീനും മീഡിയനും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ ഇതെല്ലാം മാറ്റി കൊടുക്കുകയാണ്. എനിക്ക് മീനും മീഡിയനും മാത്രം മതി. ഞാൻ ചെറുതാക്കി കൊടുത്തു. ടേബിൾ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ടേബിൾ വലുതാക്കണമെങ്കിൽ വലുതാക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പേസ്റ്റ് ചെയ്തു. ഇത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മറ്റേത് എന്താണ്? ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ടെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ടേബിൾ 10. ഇവിടെ എന്താ? മെയിലിന്റെ ഫീമെയിലിന്റെ ആവറേജ് മെയിലിന്റെ ആവറേജിനേക്കാൾ കൂടുതലാണ്. വാല്യൂസ് കണ്ടോ? ഫീമെയിൽ 4.49, മെയിൽ 3.83, മീഡിയൻ അതുപോലെ തന്നെ. അപ്പൊ എന്ത് പറ്റി? അഭിപ്രായം സിഗ്നിഫിക്കന്റ് ആണോ അല്ലെന്ന് അറിയണം. വ്യത്യാസം ഉണ്ട് ഏതായാലും. നൗ വി വാണ്ട് ടു നോ വെദർ ഇറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ്.
പക്ഷേ നമ്മുടെ പി വാല്യൂ എത്രയാണ് കിട്ടിയത്? 0.072. അപ്പൊ നമ്മൾ പറയും സർവേ ഡേറ്റ ഇത് 2 ദിവസം കൊണ്ട് എടുക്കേണ്ട ക്ലാസ് ഒറ്റയടിക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ലോങ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിവൃത്തിയില്ല, നിങ്ങൾക്ക് ഇത് ഇന്ന് ചെയ്ത് പഠിച്ചേ പറ്റൂ. ഈ പ്രൊസീജിയർ മുഴുവൻ നിങ്ങൾ പാലിച്ചേ പറ്റൂ. ഇതെങ്കിലും ഇത്രയെങ്കിലും മിനിമം ആണ്. അപ്പോ ഇത് ചെയ്യാ, പി വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. സോ മാൻ വിറ്റ്നി യു ടെസ്റ്റ് പ്രൊഡ്യൂസ്ഡ് എ വാല്യൂ ഓഫ് 10.50 in bracket p greater than 0.05. Hence, it could be inferred that there is no significant association between gender and perception. ഇതേപോലെ തന്നെയാണ് റീജിയന്റെയും ചെയ്യുക. ജെൻഡർ മാറ്റിയിട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കും? ഇപ്പുറത്തെ വാല്യൂ ഇട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. റീജിയന്റെ വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ആദ്യം ഇന്റർപ്രിട്ടേഷൻ പറയേണ്ടത് ഇവിടെയാണ്. there is an absolute difference. 2 വാക്കുകളാ പറഞ്ഞത്, അബ്സല്യൂട്ട് ഡിഫറൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. അബ്സല്യൂട്ട് ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. 3.83 4.4 തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. അതാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള മീൻ നോക്കിയാൽ മതി. പക്ഷെ വ്യത്യാസം പ്രസക്തമാണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതും ചെയ്തു. അപ്പൊ 2 തരത്തിലുള്ള ടെസ്റ്റുകൾ പഠിച്ചു. വൺ സാമ്പിൾ സ്ക്വയർ ടെസ്റ്റ്, വൺ സാമ്പിൾ ടി ടെസ്റ്റ്, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്. നോർമലി നിങ്ങൾ അതൊക്കെ ആയിരിക്കും ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങൾക്ക് 3 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഏജ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാം. നിങ്ങളൊരു ചോദ്യം, ഇതിപ്പോ ഞാൻ ഏജ് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ 3 ഗ്രൂപ്പ് ആക്കാനുള്ള ഗ്രൂപ്പ് ഇല്ലല്ലോ, നിങ്ങൾ എല്ലാവരും ഏജുകാരല്ലേ. സപ്പോസ് നിങ്ങളുടെ കയ്യിലുള്ള 3 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഡാറ്റ ഞാൻ വെറുതെ ഡാറ്റയിൽ ചെറിയൊരു മാനിപ്പുലേഷൻ വെറുതെ വരുത്തതാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം. ഐ എം ജസ്റ്റ് ആഡ് വേരിയബിൾ ഇൻസെർട്ട്. വെറുതെ ഒരു ഡാറ്റ ഞാൻ ഇൻസെർട്ട് ചെയ്യാണ്. സേ എഡ്യൂക്കേഷൻ, എന്തെങ്കിലും വെറുതെ ഒരു ഡമ്മി വാട്ടെവർ. അതിന് 3 ഗ്രൂപ്പുള്ള ഡാറ്റ വെറുതെ ചേർക്കാണ്. 1 2 3 എന്ന് വെറുതെ അടിച്ചു കൊടുക്കാം. 2-ലധികം ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? അനോവ ചെയ്യുന്നത്, വൺ വേ അനോവ ചെയ്യുന്നത്. അപ്പൊ അത് പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനും അല്ല. വെറുതെ 3 ഗ്രൂപ്പായി തിരിച്ചിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ഒക്യുപ്പേഷൻ ഉണ്ടായിരിക്കും, മന്ത്ലി ഇൻകം ഗ്രൂപ്പുകൾ ഉണ്ടാവും ചിലപ്പോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞത് കണ്ടുപിടിക്കാൻ വേണ്ടി അനോവ ചെയ്യും. അതും ഈ പറഞ്ഞ പെർസെപ്ഷൻ അസോസിയേഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അനലിസ്റ്റ് എടുക്കുന്നു, അനോവ എടുക്കുന്നു, വൺ വേ അനോവ. വൺ വേ അനോവയെ കൂടുതലുള്ള ടെക്നിക്കുകളിലേക്കൊന്നും നിങ്ങളിപ്പോൾ പോകണ്ട. അവസാന നിമിഷം പഠിക്കുന്നവർ അതിന്റെ ഒപ്പം ഒന്നും പോകേണ്ട കാര്യമില്ല. അത് ഉള്ളതും കൂടി കൊളാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിംഗ് വേരിയബിൾ ഡമ്മി ഞാൻ എന്റെ ഡമ്മി വേരിയബിൾ ആയതുകൊണ്ട് ഡമ്മി ഇട്ടതാണ്. ആൻഡ് വേരിയബിൾ പെർസെപ്ഷൻ. ഇവിടെ ഒരു അസംഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഹോമോജിനിറ്റി ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവർ പറയും പി വാല്യൂ നോട്ട് സിഗ്നിഫിക്കന്റ് ആണ്. അസംഷൻ ചെക്ക് കുഴപ്പമില്ല, അതായത് ഹോമോജീനിയസ് ഒക്കെയാണ്. പക്ഷെ ഇനി നോർമാലിറ്റി അതില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡാറ്റ നോർമൽ അല്ല. അപ്പൊ പിന്നെ എന്ത് വേണം? വി ഹാവ് ടു ചെക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ അതിലേക്ക് വരികയാണ്. മിസ്സിംഗ് വാല്യൂസ്, അഡീഷണൽ സ്റ്റാറ്റിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടേബിൾസ് ഉണ്ട്, പ്ലോട്ട് ഉണ്ട്. ഇവിടെ പ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കമ്പയർ. നേരത്തെ പ്ലോട്ട് ഉണ്ട് കേട്ടോ, അപ്പുറത്തും പ്ലോട്ട് ഉണ്ടായിരുന്നു, ഞാൻ എല്ലാം കൂടി കാണിച്ചില്ല എന്നുള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ പ്ലോട്ട്സ്, യു ക്യാൻ കമ്പയർ. ഏത് ഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള ഗ്രാഫ് വരച്ച് തരും. വെറുതെ പ്ലോട്ടുമ്പോൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഞാൻ നോട്ട് അസ്യൂമിങ് ഈക്വൽ വേരിയൻസിലാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം അങ്ങനെ അല്ല, ടെസ്റ്റ് അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇത് വൺ വേ അനോവ ഓഫ് ദ വെൽഷ് മെത്തേഡ് ആണ്. ദാറ്റ് ഇസ്, അത് അങ്ങനെ തന്നെ എഴുതണം. വെൽഷ് മെത്തേഡ് ഇസ് നോട്ട് അസ്യൂമിങ് ഈക്വൽ വേരിയൻസ്, നോൺ പാരാമെട്രിക് മെഷർ ആണ്.
പേസ്റ്റ് ചെയ്തു. വെൽഷ് മെത്തേഡ് തന്നെ എഴുതണം. ടേബിൾ എന്താ? ടേബിൾ 12. ഇവിടെ എന്താ പഠിച്ചത്? ഇത് ഹെഡിങ് ഒക്കെ കൃത്യമായിട്ട് എഴുതിക്കോളൂ. അസോസിയേഷൻ ബിറ്റ്വീൻ എന്താണോ വേരിയബിളിന്റെ പേര് അതാണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ ഡമ്മി വേരിയബിൾ അല്ലേ, അതുകൊണ്ടാണ്. പി വാല്യൂ 0.178 കിട്ടിയത്. അതിനർത്ഥം നോട്ട് സിഗ്നിഫിക്കന്റ്, അസോസിയേഷൻ ഇല്ല. അത്രേ ഉള്ളൂ. നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അതേപോലെ നമ്മൾ കാര്യങ്ങൾ എഴുതി വെക്കാം. This one-way ANOVA Welsh method produced the f value of 1.84 at a degrees of freedom of 2 and degrees of freedom with a p value greater than 0.05. Hence, it could be inferred that there is no significant association between dummy variable and perception. Okay. Appo one sample t-test, independent sample t-test, then third is one-way ANOVA. ഇവിടെ one-way ANOVA എലിജിബിൾ അല്ലെങ്കിൽ ഡോണ്ട് അസ്യൂം ഈക്വൽ വെൽഷ് മെത്തേഡ് ചെയ്യുക. ഈക്വൽ ആണെങ്കിൽ അസ്യൂം ഫിഷേഴ്സ് മെത്തേഡ്. എഫ് ടെസ്റ്റ് മെത്തേഡ് അതാണ് ഫിഷേഴ്സ് മെത്തേഡ്. അത് അസംഷനിൽ മെത്തേഡ്, അത് ഫിഷേഴ്സ് മെത്തേഡ് കിട്ടും. അതാണ് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന മെത്തേഡ്. ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. ഈ എഫ് എന്ന് പറയുന്നത് ഫിഷർ എന്ന അദ്ദേഹത്തിന്റെ ആ ബഹുമാന്യ സ്റ്റാറ്റിസ്റ്റീഷ്യന്റെ ആദ്യത്തെ അക്ഷരമാണ്. അത്രേ ഉള്ളൂ. എഫ് ടെസ്റ്റ് എന്ന പേര് വന്നു, അത്രേ ഉള്ളൂ. അനോവയ്ക്ക് ഉപയോഗിക്കുന്ന എഫ് ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ. ഇനി നമ്മൾ ഒരു 5 ചോദ്യങ്ങൾ വെറുതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്ത് ചെയ്യും? അതിന്റെ മീൻ മാത്രം കണ്ടുപിടിച്ചെങ്കിലും നമുക്ക് എഴുതി വെക്കാം. തൽക്കാലം വലിയ ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ചെയ്തില്ലെങ്കിലും അതിന്റെ മീൻ മാത്രം ഒന്ന് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഒപ്പം എന്ത് വേണമെങ്കിൽ ചെയ്യാം നമുക്ക്? യു ക്യാൻ കമ്പയർ ഇറ്റ് അഗൈൻസ്റ്റ് അസോസിയേഷൻ ഓൾസോ. എന്ത്? ഞാൻ ടേബിളിന് എണ്ണം കൂട്ടാൻ വേണ്ടി പറഞ്ഞേ. ജെൻഡറും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് തമ്മിൽ അസോസിയേഷൻ ഉണ്ടോ? റിലീജിയനും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി തമ്മിൽ അസോസിയേഷൻ ഉണ്ടോ? എന്ത് ചെയ്യും? ഈ പറഞ്ഞ ടെസ്റ്റ് തന്നെ മാൻ വിറ്റ് ന്യൂ ടെസ്റ്റ്. 2-ലധികം കൂടുതലുണ്ടെങ്കിലോ വെൽഷ് മെത്തേഡ്. അത്ര one-way ANOVA അതാണ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ഒരു ഇതിന്റെ ടേബിളും കൂടി വെറുതെ ഒരു സാമ്പിളോട് കാണിച്ചു തരാണ്. മീൻ മാത്രം മതി എനിക്ക്, മീനും മീഡിയനും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഡാറ്റ just deleting all things so that my table will be very trimmed. നിങ്ങൾക്ക് അങ്ങനെയല്ല, പരമാവധി വലുതാക്കുക ടേബിള്. പ്രോജക്റ്റ് വലുതാക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആവശ്യമില്ലാത്തൊക്കെ ടിക്ക് ചെയ്ത് വേറെ ആവശ്യമുള്ള ഈ നമ്പറല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാധനം മാത്രം ടിക്ക് ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അവസാനം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റേണ്ടി വരരുത്. ഇതേ സാധനം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? എനിക്കിപ്പോൾ ടോട്ടൽ കിട്ടി. ടോട്ടൽ കൂടാതെ എനിക്ക് ഐ വോണ്ട് ടു കമ്പയർ ഇറ്റ് അഗൈൻസ്റ്റ് ജെൻഡർ. ഐ ക്യാൻ കമ്പയർ ഇറ്റ് അഗൈൻസ്റ്റ് ജെൻഡർ. അത് ഞാൻ പറഞ്ഞത് അങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞത്. മീനും മീഡിയനും ഇത് തമ്മിലും കമ്പയർ ചെയ്യാനും പറ്റും. ജെൻഡർ വൈസ് കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ടിക്ക് ചെയ്തപ്പോൾ വാല്യൂ കണ്ടില്ലേ? ജെൻഡർ വൈസ് കമ്പയർ ചെയ്ത് കിട്ടി. ഫീമെയിലിനാണ് ഹയർ പെർസെപ്ഷൻ എല്ലാ കാര്യത്തിലും. ഞാൻ കമ്പാരിസൺ ഒന്നും വേണ്ട, ടോട്ടൽ മാത്രം പറഞ്ഞാൽ മതി. മാറ്റിയിട്ട് മീനും മീഡിയനും മാത്രം കാണിച്ചു തരും. അപ്പോൾ എല്ലാം ഹൈ ആണ്. മീഡിയനൊക്കെ ഹൈ ആണ്, 5 ആണ്. ആകെ അസസ്മെന്റ് റിഫോംസിന് മാത്രമാണ് കുറവ്. അതാണല്ലോ കുട്ടികൾക്കും അത്ര വലിയ ബോധ്യമില്ലാത്തൊരു കാര്യം, അറിയില്ല. അതുകൊണ്ടാണ് കുട്ടികൾക്കും അറിയില്ല. ഇത് വരുമോ എന്നുള്ള നമ്മൾ അഫിലിയേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് അതിന് പരിമിതികളുമുണ്ട്. അപ്പോൾ എല്ലാം 4 above ആണ്, വെരി ഹൈ പെർസെപ്ഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് മീനിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് റാങ്ക് ചെയ്തൂടെ? ഹയസ്റ്റ് ഏതാണ്? 4.62. ഞാനിത് വെറുതെ കോപ്പി ചെയ്യാണ്, ഇവിടെ കൊണ്ടുവന്ന്. ഞാൻ പറഞ്ഞത് ഏറ്റവും ഷോർട്ട് കട്ട് മെത്തേഡ് ഇപ്പൊ പറയുന്നത് ഡീറ്റെയിൽ അനാലിസിസ് മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടു. ഐ എം ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ആസ് റാങ്ക് 1 50. അത് നമ്മുടെ ബുദ്ധിയാണ്, നോക്കണം ഏതാണ് ഏറ്റവും വലിയ വാല്യൂ നോക്കണം. റാങ്ക് 2 4.5 ആണ്, 4.8 ആണ് പിന്നെ ഉള്ളത്. ഐ എം ജസ്റ്റ് ഇൻസേർട്ടിങ്. ഇവിടെ ഒരു എൻ്റർ അടിച്ചിട്ട് റാങ്ക് 3. 4.5 ഒരു എൻ്റർ അടിച്ചിട്ട് റാങ്ക് 4. റിഫോംസ് ഇൻ അസസ്മെന്റ് റാങ്ക് 5. ഇന്റർപ്രിട്ടേഷൻ ഇതൊക്കെ ധാരാളം പോരെ? ധാരാളം. നമ്മൾ എന്ത് പറയും? ഓൾ ദി ഔട്ട്കംസ് ആർ ഫൗണ്ട് ടു ബി very important by the students, in which better academic performance of teachers is ranked most important and followed by the academic performance of students. Innovative teaching practices and better infrastructure facilities are also positively perceived, while reforms in assessment is ranked 5th, though the value is very high.
അങ്ങനെ കഥ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷനിൽ വരിക. ഈ കഥ നിങ്ങൾ തന്നെ എഴുതണം. ഇപ്പൊ കേട്ടൂല എങ്ങനെ എഴുതണ്ടെന്നുള്ളത്, അതേപോലെ എഴുതുക. ഞങ്ങളുടെ ഗൈഡിനെ വേഗം കാണിച്ച് വേഗം തിരുത്തി മേടിച്ച് പ്രോജക്റ്റ് തീർക്കുക. ഫൈൻഡിങ്സ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു, പ്രൊഫൈൽ ഓഫ് ദ സാമ്പിൾ പ്രൊഫൈലിൽ നിന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ, വേറെ ഒന്നും കൊണ്ട് എഴുതരുത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോ ഓടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇതിന്റെ അനാലിസിസിന്റെ കാര്യത്തിൽ. എന്തെങ്കിലും പോർഷനിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഇതുവരെ ചെയ്ത കാര്യങ്ങളോ ഇനി ചെയ്യാനുള്ളതിലോ നിങ്ങളുടെ ഡാറ്റയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടോ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഹലോ സാർ. സാർ എന്നൊരു ക്ലാസ് എടുത്തോണ്ടിരിക്കുക, ഒരു വെബിനാർ. ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം. സ്റ്റുഡൻസ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പൊ എടുത്ത സെഷനിൽ ആസ് സച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഫ്ലോർ ഇസ് ഓപ്പൺ. അവരുടെ ചോദ്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പല ചോദ്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ അല്ല അവരുടെ ചോദ്യം ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യനറിൽ എന്തെങ്കിലും അങ്ങനെ ക്വസ്റ്റ്യനിങ് പാറ്റേൺസിൽ ഇപ്പോ നിങ്ങൾ വേറെ എന്തെങ്കിലും സർ പറഞ്ഞ മോഡിൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ചോദിക്കാവുന്നതാണ്. പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഒരു പക്ഷേ ഗൂഗിൾ ഫോമിൽ മൾട്ടിപ്പിൾ റെസ്പോൺസ് വരുന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പരസ്യം എവിടെ നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എവിടെ നിന്നൊക്കെയാണ് അറിഞ്ഞത്, മൾട്ടിപ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒന്നിലധികം ഉത്തരം വരുന്നുണ്ട്. അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ആ ഗൂഗിൾ ഫോമിന്റെ സർവേ റിസൾട്ട് ആയിട്ട് വരുന്ന ഗ്രാഫ് ഉണ്ട്, അതങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മതി. അതിലിനി കൂടുതൽ അനാലിസിസിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. അതിന്റെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ടേബിളാണ്, ഒരു ഭംഗി ഉണ്ടാവില്ല. ടേബിൾ ക്യാൻ ബി പ്രസന്റഡ്, അത് എടുക്കാനും പറ്റും, പക്ഷെ ഒരു ഭംഗി ഉണ്ടാവില്ല. സോ ആ ഗ്രാഫ് കാണിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ടേബിളും ഗ്രാഫും രണ്ടും വേണം ഒരു ഡാറ്റയ്ക്ക് എന്നുള്ള നിർബന്ധമൊന്നും വേണ്ട കേട്ടോ. ചില കാര്യങ്ങൾക്ക് ചാർട്ട് മാത്രമാണെങ്കിലും മതി. സർ, ഈ കോഡിങ്ങിന്റെ ഇഫ് വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ പറഞ്ഞില്ല, അതൊന്നും കൂടി പറയാമോ? ഇഫ് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞത്, സപ്പോസ് ഈ ജെൻഡർ ആണെന്ന് വിചാരിക്കുക. അപ്പോ ഈക്വൽ ടു അത് എഴുതുന്നത് ഇങ്ങനെയാണ്. ഇഫ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നെ കാണിക്കാം. അപ്പോ എഴുതി കാണിക്കുമ്പോ എന്റെ സ്ക്രീൻ ദിലീപ് സാറെ ഇപ്പൊ വിളിച്ചത്, ഞാൻ പറഞ്ഞു സാറിന്റെ ക്ലാസ്സിലാണ്, തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് എടുത്തത്. സാറ് വൈസ് ചാൻസലർ ആയിരിക്കുമ്പോ പോലും ഞാൻ വിളിച്ചെടുക്കുവേ, അതുകൊണ്ട് ഞാൻ തിരിച്ചു അത് തന്നെ ചെയ്യും. ഏത് മീറ്റിംഗിലാണെങ്കിലും എടുത്തിട്ട് മോനെ മീറ്റിംഗിലിടാന്നേ പറയാറുള്ളൂ. അപ്പോ ഞാനും തിരിച്ചത് തന്നെ ചെയ്യണമല്ലോ. ഈക്വൽ ടു ഇഫ് കോമ എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, കണ്ടീഷൻ പറയുന്നു. സപ്പോസ് ഈ ജി എന്ന് പറയുന്ന സെല്ലിലാണ് നമ്മുടെ ഡാറ്റ കിടക്കുന്നതെങ്കിൽ ജി എന്നുള്ള എടുത്തുന്നു, ഈക്വൽ ടു കൊട്ടേഷനിൽ മെയിൽ ആണെങ്കിൽ 1 എന്നാണെങ്കിൽ മെയിൽ കോമ 1. അപ്പൊ തന്നെ താഴെ ഇവിടെ എഴുതി കാണിക്കും വാല്യൂ ഇഫ് ട്രൂ കോമ വാല്യൂ ഫോൾസ്. അതാണ് ഇവിടെ എടുക്കുന്നത്. അത് 1 അല്ലെങ്കിൽ 2 ആണല്ലോ, രണ്ട് ഓപ്ഷൻ ഉള്ളതായിട്ട് കോമ 2 കൊടുക്കാം. അല്ല, ഇനി അഡീഷണൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ വീണ്ടും കൊടുക്കാം. കോമ ഇട്ടിട്ട് വീണ്ടും ഒരു ഇഫ്, വീണ്ടും ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതേ സെല്ല് ഈക്വൽ ടു ഫീമെയിൽ എന്ന് കൊടുത്തിട്ട്, അതായത് അതറും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ സർവേയിൽ, അതും കൂടി ഉണ്ടെന്നാണെങ്കിൽ ഇഫ് ഫീമെയിൽ ആണെങ്കിൽ 2 കൊടുക്കുക, എൽസ് 3 കൊടുത്തു. അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് ആകെ 3 ഓപ്ഷനേ ഉള്ളൂ. ക്ലോസ് ചെയ്തു. ഇപ്പൊ എത്ര ബ്രാക്കറ്റ് തുറന്നോ അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. 2 ബ്രാക്കറ്റാ തുറന്നേ, 2 ബ്രാക്കറ്റ് തുറന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ എൽസ് 3 കൊടുത്തോണ്ടാണ് 3 എന്ന് പറഞ്ഞത്, കാര്യം ബ്ലാങ്ക് ആണല്ലോ. ഇപ്പൊ ഞാനിവിടെ മെയിൽ കൊടുത്തു, 1 വന്നു. ഞാനിപ്പോ നോക്കിക്കോളൂ ഇവിടെ, ഇതൊക്കെ എൽസ് 3 കൊടുത്തോണ്ടാണ് അങ്ങനെ നടക്കണേ. ഞാനിവിടെ ഫീമെയിൽ കൊടുത്തു, അത് 2 ആയിക്കോളും. ഇനി മൂന്നാമത്തേൽ ഞാൻ വെറുതെ ജീന്ന് അടിച്ചാലും അവിടെ 3 തന്നെ വരുള്ളൂ. കാര്യം എന്താ? സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. മെയിൽ എന്നുള്ള ഒരു സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാലും 3 വരുള്ളൂ. അപ്പോ അതിന് കമ്പ്യൂട്ടർ കുറ്റം പറയട്ടല്ലോ, നമ്മുടെ കുഴപ്പമാണ്. താങ്ക് യു സർ.
അപ്പൊ ഈ ക്ലോസ് നമുക്ക് മറ്റേ ഇന്റർണൽ ഷീറ്റ് ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ ABCD ഗ്രേഡ് ഇടൂലേ പിള്ളേർക്ക്, ഇത് ഇങ്ങനെയാണ് എക്സൽ ഷീറ്റ് ഉണ്ടാക്കി എടുക്കുന്നത് നമ്മളെ ഗ്രേഡ് ഇടാൻ വേണ്ടിട്ട്. കണ്ടീഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, സോ ഡൗട്ട്സ് വേറെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും, എനിബഡി ടീച്ചേഴ്സ് ഓൾസോ ഹാവ് ജോയിൻഡ്, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. സോ ഇഫ് എനി ഡൗട്ട്സ്, ഇപ്പോ അവർക്ക് ചിലപ്പോ ഒന്നും തോന്നുന്നുണ്ടാവില്ല, കാരണം ഇപ്പൊ പ്രോജക്റ്റ് ഇപ്പൊ കുറച്ച് ദിവസം എക്സാംസ് കഴിഞ്ഞിട്ടല്ലേ. അല്ല, ഇനിയിപ്പോ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും തീർക്കാന്നുള്ളതുള്ളൂ, അല്ലാണ്ട് അതിൽ എങ്ങനെ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അതെ അതെ അതെ, അത്രേ. അപ്പൊ അത് തീരട്ടെ. ബാക്കി പിന്നെ നമുക്ക് ഈ മറ്റേ ബാക്കിയുള്ള പ്രോഗ്രാംസ് വരുമ്പോൾ തിങ്ക് അബൌട്ട് ഇറ്റ്, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് സൈറ്റേഷൻ റെഫറൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഇവർക്ക് ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ ആ സ്റ്റേജ് കഴിഞ്ഞു. അതെ 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 അതെ, സബ്മിഷൻ സ്റ്റേജ് ആയിപ്പോ. അതെ അതെ അതെ. സോ I think we should wind up. 4 മണി ആവാൻ പോകുന്നു. So that was an excellent session. Thank you sir. I think Nisha ഉണ്ടല്ലോ അല്ലെ ഗ്രൂപ്പ്? നിഷ Yes miss. Yes Leena miss. Hello. Can you hear me? Okay. We can go to the formal vote of thanks. Okay. Okay Leena ma'am. So first of all I would like to thank Vineet sir for taking an excellent session on Jamovi. As I particularly don't know about Jamovi. I have just heard about that, and I was not able to attend the previous sessions as Vineet sir has mentioned in his ROSE orientation series of Tripunithura College. And you have very well explained how to use this particular technique for analysis part of the research. Then again, as I do remember that in our refresher courses, I think it was sir's second refresher and my first refresher. Sir used to come to a hostel and take sessions, that too in the evening time. I do remember that good old golden days. I think it was nearly 3 weeks time of refresher course at Calcutta University. He used to make us familiarize with SPSS, and that is why we certain set of teachers were having that chance to use SPSS. But I think at this particular point, I think this Jamovi software is better than SPSS. As sir has mentioned, there is 4 windows in SPSS. Jamovi is quite easier. So as students of PG, as postgraduate students, you are able to use this for your research work. And what I noticed in this session is that he has familiarized with all the techniques which is commonly used in research, starting about checking the normality, establishing the reliability, generating the validity, etc. Then how to use all these tests in certain situations. So he have very well explained all the tests which is used for PhD even. So I think it was a great initiative, sir. Only you could do this at this particular smaller period of time. Only you could do this, sir. Thank you, sir, for enriching our students and also the teaching community too. Certain teachers have joined here. They are doing their research too, so that will be beneficial to them too. So I extend a wholehearted grateful thanks to you, sir, for coming to our college to enrich our students and the teaching community too. Thank you, sir. Thank you, ma'am.